Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ 5ന്റെ ഒരു ടോട്ടൽ മൊഡ്യൂൾ 5 ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പാർട്ട് എയിൽ നമ്മൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മൾ കുറേ പ്രീവിയസ്ലി ഇയർലി ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാർട്ട് എ ആയിട്ടും ബി ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു സിലബസ്. ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് റെക്ടിഫയേഴ്സ് വരുന്നുണ്ട്, അതിന്റെ പവർ സപ്ലൈസ്, ബ്ലോക്ക് ഡയഗ്രാം, ഡിസ്ക്രിപ്ഷൻ ഓഫ് DC പവർ സപ്ലൈ വരുന്നുണ്ട്, അതുപോലെ ഒരു വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വരുന്നുണ്ട്, അതുപോലെ കപ്പാസിറ്റർ ഫിൽട്ടർ വരുന്നുണ്ട്, സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ വരുന്നുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം, അതുപോലെ കോമൺ എമിറ്റർ വർക്കിംഗ് വരുന്നുണ്ട്, RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു വർക്കിംഗ് വരുന്നുണ്ട്, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതിൽ തന്നെ വരുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. ഓക്കെ, ദെൻ അടുത്ത ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷനിൽ വരുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ദെൻ വർക്കിംഗ് ഓഫ് എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു 5th മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പോർഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. പാർട്ട് എ ഉണ്ടാകും, അതുപോലെ പാർട്ട് ബി ഉണ്ടാകും. പാർട്ട് എ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അറ്റൻഡ് ചെയ്യണം. ഓരോന്നിനും 4 മാർക്കാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മാർക്കിനെ ബേസ് ചെയ്തിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഒരു 10 മാർക്കോ അല്ലെങ്കിൽ 12 മാർക്കിനുള്ള രീതിയിലുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അത് ഫുൾ ആയിട്ട് 4 മാർക്കിന് എഴുതി വെക്കരുത്. 4 മാർക്കിന് നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഇപ്പോൾ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ക്ലിയർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അതിനുശേഷം ഓരോ ബ്ലോക്കും എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഒരു 1-2 ലൈൻസിൽ മാത്രം എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ബ്ലോക്സും ഇരുന്ന് എഴുതുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാനേ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റിന് നമ്മൾ ഇത്രയും പേജസ് കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് അത്രയും ടൈം നമുക്ക് ഇവിടെ പോവുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സ്പേസ്, നമുക്ക് ആ ഒരു ബുക്ക്ലെറ്റിൽ നമുക്ക് സ്പേസ് കംപ്ലീറ്റ് ചെയ്യും. കാരണം ആ വലിയ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 4 മാർക്ക്, അതായത് നമ്മൾ പാർട്ട് എ പഠിച്ചിരിക്കുന്നത് നമ്മൾ 4 മാർക്കിന് എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടും ഉണ്ടാകണം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 2 പാർട്ടായിട്ടാണ്. പാർട്ട് എയും ഉണ്ടാകും, പാർട്ട് ബിയും ഉണ്ടാകും. പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ പാർട്ട് എയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ദ ആക്ഷൻ ഓഫ് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഒരു സർക്യൂട്ട് വരച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഒരു സപ്ലൈ ഫ്രം ദ റെക്ടിഫയർ, ഇതാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. അപ്പൊ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് നമുക്ക് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരയ്ക്കേണ്ടത് ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ തന്നെ ഒരു വേവ് ഫോം ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പാസിറ്റർ, നമ്മൾ ആ ഒരു ലോഡ് റെസിസ്റ്ററിനെ പാരലൽ ആയിട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ആവുകയും അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാക്സിമം വാല്യൂ വരെ, അതായത് മാക്സിമം വാല്യൂ വരെ കപ്പാസിറ്റർ എന്താകും? ചാർജ് ആകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കപ്പാസിറ്ററിൽ ചാർജിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? ഡ്യൂറിങ് ഓൺ സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഡ്യൂറിങ് കണ്ടക്ഷന്റെ സമയത്തായിരിക്കും. ഓക്കെ, ഇപ്പൊ നോൺ കണ്ടക്ട് ചെയ്യാത്ത ആ ഒരു സമയത്താണെങ്കിൽ ഈ കപ്പാസിറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ ഒരു നോൺ കണ്ടക്ടിങ് സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ എനർജി, കപ്പാസിറ്ററിലുള്ള എനർജി എന്ന് പറയുന്നത് ഈ ഒരു ലോഡ് റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ആകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്താകും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? DC-നെ ബ്ലോക്ക് ചെയ്യുകയും അതായത് DC-നെ വിച്ച് ബ്ലോക്ക് DC ആൻഡ് പ്രൊവൈഡ് ലോ റെസിസ്റ്റൻസ് ടു AC ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, DC-നെ ബ്ലോക്ക് ചെയ്യുകയും AC-ക്ക് ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് AC റിപ്പിൾസിനെ നമുക്ക് ഇതിലൂടെ ബൈപാസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് അതെന്തായിരിക്കും? വെരി ലോ ഇംപിഡൻസ്
ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എ സിയിലേക്ക്. അപ്പൊ നമുക്ക് ഹൈ ഇമ്പിഡൻസ് ഏതിലേക്കായിരിക്കും? ഡി സിയിലേക്കായിരിക്കും കൊടുക്കുന്നത്. അതായത് ഈ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറയുന്നത്. അടുത്തത് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ചിലപ്പോൾ 4 മാർക്കിനും ചോദിക്കാം, അതല്ലെങ്കിൽ പാർട്ട് ബിയിലും ചോദിക്കാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന് അക്രോസസ് ആയിട്ട് നമുക്ക് കിട്ടണം അല്ലെ. ആ ഒരു റിപ്പിൾ ഫ്രീ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് ഒരു റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു വോൾട്ടേജ് റെഗുലേഷൻ നടത്തുന്നുണ്ട്. സെനർ വോൾട്ടേജ് നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നുണ്ട്? ആ ഒരു ഡയോഡ് കറന്റ് ആ ഒരു IZ മിനിമത്തിനേക്കാൾ താഴെ വരുന്നവരെ, അതല്ലെങ്കിൽ ആ ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ ആകുന്നത് വരെ ഈ സെനർ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? കറന്റ് ഫ്ലോ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ, നോർമൽ കേസസിൽ വരുന്ന ആ ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ അലോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് റിവേഴ്സ് ഡയറക്ഷനിലും കൂടി, വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ വാല്യൂവിന് എബോവ് ആണെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സെനർ ഡയോഡ് എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജിനെ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു റിവേഴ്സിൽ വരുന്ന ആ ഒരു സർട്ടൈൻ വോൾട്ടേജ് ലിമിറ്റ് ഉണ്ട്. അതിനെയാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ സെനർ വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സെനർ വോൾട്ടേജിന് ആ ഒരു വാല്യൂ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്ന റിവേഴ്സ് ഡയറക്ഷനിലും കണ്ടക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സെനർ വോൾട്ടേജിന്. ഓക്കെ, അപ്പൊ സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഫിഗർ ആണിത്. അപ്പൊ നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, നമുക്കൊരു സോഴ്സ് റെസിസ്റ്റൻസ് RS ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സെനർ വോൾട്ടേജിലേക്കാണ്. ഓക്കെ, VS എന്ന് പറയുന്നത് ഈ ഒരു RS വോൾട്ടേജിന് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് VS എന്ന് പറയുന്നത്. IZ എന്ന് പറയുന്നത് സെനർ കറന്റ് ആണ്. RL, ഓക്കെ, അതായത് ലോഡ് റെസിസ്റ്റൻസ്. ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് VZ എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് സെനർ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പർപ്പസ് ഓഫ് ദ വോൾട്ടേജ് റെഗുലേറ്റർ എന്തിനാണ്? ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ടും അതിന്റെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാലോ അല്ലെങ്കിൽ ലോഡ് കറന്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാലും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നാലും, അതല്ല നമുക്ക് വരുന്ന ആ ഒരു ലോഡ് കറന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെനർ ഡയോഡിന്റെ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫിഗർ ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ദ റെസിസ്റ്റർ ഈസ് സെലക്ടഡ് സോ ദാറ്റ് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അറ്റ് V minimum and load current is at IL maximum, that the current through the Zener diode is at least IZ minimum ആയിരിക്കണം. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കണ്ടീഷൻസ്. Then other combinations of input voltage and load current, Zener conductor excess the current, thus maintaining a constant voltage across the load. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതല്ലാതെ V minimum അതുപോലെ തന്നെ IL maximum ഇതല്ലാതെ വേറെ ഏതൊരു സമയത്തും നമുക്ക് എല്ലാ കോമ്പിനേഷൻസിലും നമുക്ക് എന്താ വരുന്നത്? എക്സസ് കറന്റ് ആണ്. എക്സസ് കറന്റ് കണ്ടക്ട് ചെയ്യുകയും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വോൾട്ടേജ് ആ ലോഡിന് അക്രോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, the Zener conduct the least current when the load current is highest. Load current highest ആണെങ്കിൽ Zenerൽ നമുക്ക് എന്തായിരിക്കും? least current ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് കറന്റ് എപ്പോഴായിരിക്കും? ലോഡ് കറന്റ് വളരെ കുറവായിരിക്കുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം കറന്റ് ഈ പറയുന്ന IZ അല്ലെങ്കിൽ ഈ പറയുന്ന Zener കറന്റ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് ഒരു Zener വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ എന്താണെന്നുള്ളത് ആദ്യം എഴുതണം. അതിനുശേഷം സെനർ ഡയോഡ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയണം. ദെൻ ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഇതിന്റെ ഒരു വർക്കിംഗ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ചെറിയൊരു രീതിയിൽ ഒരു 2-3 സെന്റൻസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മതി. ഓക്കെ, അത്രയാണ് നമുക്ക് മാക്സിമം ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യനിൽ എഴുതേണ്ട ആവശ്യം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സെനർ ഡയോഡ് ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ എന്ന് പറയുന്നത് റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് VAക്ക് റിവേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് RLും അതുപോലെ തന്നെ സീരീസ് ആയിട്ട് ലോഡ് റെസിസ്റ്റൻസിന് RLന് പാരലൽ ആയിട്ടും RSന് സീരീസ് ആയിട്ടും. ഇവിടെ നോക്കൂ, RSന് സീരീസ് ആയിട്ടും ലോഡ് റെസിസ്റ്റൻസിന് RLന് പാരലൽ ആയിട്ടുമാണ് നമ്മൾ ഈ പറയുന്ന സെനർ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
The voltage across the center will remain steady at its breakdown voltage Vz. Okay, ആ ഒരു Vz breakdown voltage Vz വരെ നമുക്ക് എന്താണ് ആ ഒരു voltage across the center എന്ന് പറയുന്നത് ഒരു steady ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. Okay, അതേപോലെ തന്നെ അതിന്റെ current എന്ന് പറയുന്നത് ആ ഒരു breakdown region ൽ നമുക്ക് same as long as Iz എന്ന് പറയുന്നത് as long as current remains in the breakdown voltage region ൽ ആ ഒരു Iz current തന്നെ ആയിരിക്കും നമുക്ക് റിമൈൻ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഒരു റെഗുലേറ്റഡ് ആയിട്ട് ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് V0 is equal to Vz എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഒബ്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ കൂടെ ഔട്ട്പുട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു റെഗുലേറ്റഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സെനർ ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ലൈൻ റെഗുലേഷൻ ആൻഡ് ലോഡ് റെഗുലേഷൻ. എന്താണ് ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് റെഗുലേഷനിൽ സീരീസ് റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് ആർ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സീരീസ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസും ഫിക്സഡ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് മാത്രമായിരിക്കും നമുക്ക് ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് റിമൈൻ സെയിം ആസ് ലോങ് ആസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻ എബവ് ദ മിനിമം വാല്യൂ. ഒരു മിനിമം വാല്യൂവിന് എബവ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലൈൻ റെഗുലേഷൻ കാൽക്കുലേഷൻ നോക്കൂ. ദാറ്റ് ഈസ് del V0 by del Vin into 100. ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ് into 100 ആണ്. V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജും Vin എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജും ആണല്ലോ. അപ്പോൾ del V0 എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ച്, del Vin എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് വോൾട്ടേജിൽ വരുന്ന ചേഞ്ചസ്. ഇതാണ് ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും, എന്നാൽ ലോഡ് റെസിസ്റ്റൻസും ആയിരിക്കും വേരിയിങ് ആയിരിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സ്ഡും ലോഡ് റെസിസ്റ്റൻസ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ലോഡ് റെഗുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് റിമൈൻ സെയിം ആയിട്ടായിരിക്കാം. അതായത് ഒരു ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂവിന് എബോവ് വാല്യൂ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റിമൈൻ സെയിം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ പെർസെന്റേജ് ഓഫ് ലോഡ് റെഗുലേഷനിലെ ഇക്വേഷൻ എന്താണ്, VNL minus VFL by VNL into 100 ആണ് വരുന്നത്. ഓക്കെ, VNL എന്ന് പറഞ്ഞാൽ എന്താണ്, നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ബൈ നോ ലോഡ് വോൾട്ടേജ് ഇൻറ്റു 100. ഇതാണ് നമുക്ക് വരുന്ന ലോഡ് റെഗുലേഷനിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആദ്യം വരയ്ക്കണം. അപ്പൊ ആദ്യം നമുക്കൊരു മൈക്രോഫോൺ വരുന്നുണ്ട്, ദെൻ അതിലത്തെ ഒരു മിക്സർ, വോൾട്ടേജ് ആംപ്ലിഫയർ, പ്രോസസിംഗ് സർക്യൂട്ട്, പവർ ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് ജസ്റ്റ് ഒരു ലൈൻ അല്ലെങ്കിൽ രണ്ട് ലൈനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ എന്തൊക്കെയാ വരുന്നത്. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ടിനെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ അധികമോ മൈക്രോഫോൺസ് നമുക്ക് ഈ പറയുന്ന ഒരു ഓക്സിലറി ഇൻപുട്ടോടെ കൂടെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്രോഫോണിൽ നിന്നുള്ള ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മിക്സർ സ്റ്റേജിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ മിക്സർ സ്റ്റേജ് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ പല ചാനലുകളിൽ നിന്ന് വരുന്ന മുമ്പ് വന്നതോ അല്ലെങ്കിൽ പല ചാനലുകളിൽ നിന്ന് വരുന്നതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാനാണ് ഈ മിക്സർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വോൾട്ടേജ് ആംപ്ലിഫയറും അതുപോലെ തന്നെ പ്രോസസിംഗ് സർക്യൂട്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ എന്ത് ചെയ്യാനാണ്, നമുക്ക് മിക്സറിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസിംഗ് സർക്യൂട്ടിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, മാസ്റ്റർ ഗെയിൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ട്യൂൺ കൺട്രോൾഡ് സർക്യൂട്ട്സ് ഉണ്ട്. ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു പ്രോസസിംഗ് സർക്യൂട്ടിൽ വരുന്ന ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ട്യൂൺ കൺട്രോൾ സർക്യൂട്ടിൽ നമുക്ക് ബാസ് ആൻഡ് ടെറിബിൾ കൺട്രോൾ സർക്യൂട്ട്സ് ഉണ്ട്. ആ ബാസ് ആൻഡ് സർക്യൂട്ട് നമുക്ക് ആ ഒരു ആംപ്ലിഫൈ ചെയ്യും, അതല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ട്രിബിൾ കൺട്രോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, അതല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിബിൾ കൺട്രോൾ സർക്യൂട്ട് നമുക്ക് അതിലുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഡ്രൈവർ ആൻഡ് പവർ ആംപ്ലിഫയർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പവർ ആംപ്ലിഫയർ നമുക്ക് കൂടുതൽ പവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ ആ ഒരു പവർ ആംപ്ലിഫയറിനെ ഡ്രൈവ് ചെയ്യുന്നതിന് ആവശ്യമായി കൂടുതൽ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പവർ ആംപ്ലിഫയർ നമുക്ക് ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു പവർ ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ഇൻപുട്ട് സിഗ്നലിന് ഒരു ഡിസൈഡ് ആയിട്ട് ഒരു പവർ ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതേപോലെ ദ പുഷ് പുൾ ടൈപ്പ് ആംപ്ലിഫയർ ഈസ് ജനറലി യൂസ്ഡ് ബിക്കോസ് ഈ ടൈപ്പ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഈവൻ ഹാർമോണിക്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഔട്ട്പുട്ട് ഓഫ് ദ ആംപ്ലിഫയറിൽ വരുന്ന ഈവൻ ഹാർമോണിക്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു കോർ സാച്ചുറേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നുണ്ട്, ലൗഡ് സ്പീക്കേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ലൗഡ് സ്പീക്കറിലേക്കാണ്. മാച്ചിങ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ആ ഒരു ഇതിന് ബിറ്റ്വീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു ലോ സ്പീക്കർ ഇമ്പിഡൻസിനെയും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആ ഒരു പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും തമ്മിൽ ആ ഒരു ലൗഡ് സ്പീക്കറിന്റെ സാഹചര്യത്തിൽ വരുന്ന ആ ഒരു ഇമ്പിഡൻസ് ഒക്കെ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാച്ചിങ് ട്രാൻസ്ഫോമേഴ്സ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഡിഫറെന്റ് ബ്ലോക്സുകളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. അതിൽ വരുന്ന ഒരു 4 മാർക്കിലുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, ഒരു ട്രാൻസ്ഡ്യൂസർ ബ്ലോക്ക് ഉണ്ട്, സിഗ്നൽ കണ്ടീഷണർ, സ്കാനർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ, സിഗ്നൽ കൺവേർട്ടർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ റെക്കോർഡർ. ഇവിടെ നമുക്ക് ഓക്സിലറി എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം പ്രോഗ്രാമർ. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിലുള്ള ഓരോ ബ്ലോക്ക് എന്താ ചെയ്യുന്നത് നോക്കൂ. ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫിസിക്കൽ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതിനൊക്കെ അതിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു എക്സാക്ട്ലി സെയിം, അതായത് സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റ് അനലോഗ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റ് എന്താണോ ചെയ്യുന്നത് അതേ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ ബാലൻസിങ് സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ കാലിബ്രേറ്റിംഗ് എലമെന്റ്സ്, ഇതെല്ലാം തന്നെ ഈ പറയുന്ന സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിൽ വരുന്നുണ്ട്. അടുത്തത് സ്കാനർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസ് റിസീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിവൈസ് റിസീവ് ചെയ്തിരിക്കുന്ന എല്ലാ അനലോഗ് സിഗ്നൽസിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സീക്വൻഷ്യൽ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് സീക്വൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സിഗ്നൽ കൺവേർട്ടർ ആണ്. ഇത് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു അനലോഗ് സിഗ്നൽസിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനാണ് സിഗ്നൽ കൺവേർട്ടർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യാൻ, അനലോഗ് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഓഫ് ദ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് ഓക്സിലറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സിസ്റ്റം പ്രോഗ്രാമിംഗ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റ പ്രോസസിംഗ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓക്സിലറി എക്യുപ്മെന്റ് എന്തായിരിക്കും, ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെന്റ്സുകളുടെ ഒരു കളക്ഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഫംഗ്ഷൻസ്, ലീനിയറൈസേഷൻ അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ, അങ്ങനെ പല ഫംഗ്ഷൻസും ഈ പറയുന്ന ഓക്സിലറി എക്യുപ്മെന്റ്സിൽ വരുന്നുണ്ട്. അടുത്തത് ഡിജിറ്റൽ റെക്കോർഡർ ആണ്. അപ്പൊ അത് നമുക്കൊരു CRO ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനെ നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, give reasons for decrease in transistor amplifier gain at low frequencies and high frequencies. അപ്പൊ നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ആ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും നമുക്ക് ആ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ ഡിക്രീസ് ആവുകയാണ്. അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC coupled amplifier ഈസ് യൂണിഫോം ഓവർ ദ മിഡ് ഫ്രീക്വൻസി റേഞ്ച്. അതായത് 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ നമുക്ക് യൂണിഫോം ആണ്, അതായത് സെയിം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ബിലോ 50 ഹെർട്സും അതല്ലെങ്കിൽ എബോ 20 കിലോ ഹെർട്സും ഫ്രീക്വൻസിയിലാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, the behavior of the amplifier is given below along the bandwidth of the RC coupled amplifier between 50 Hz to 20 kHz. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ആ ഒരു റീസൺ നോക്കുന്നുണ്ട്. 50 ഹെർട്സിൽ എത്രയാണ്, 50 ഹെർട്സിന് ബിലോ എങ്ങനെയാണ് വരുന്നത്, 20 കിലോഹെർട്സിന് എബോ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു ബിറ്റ്വീൻ 50 to 20 കിലോഹെർട്സിൽ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസോടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് എന്താണെന്ന് നോക്കാം. നോക്കൂ, വോൾട്ടേജ് ഗെയിൻ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ബിലോ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകുകയാണ്. ഈ 20 കിലോ ഹെർട്സ് എബോ നമുക്ക് വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എങ്ങനെയായിരിക്കും, അറ്റ് ലോ ഫ്രീക്വൻസി അതായത് ലെസ് ദാൻ 50 ഹെർട്സ് ആണെങ്കിൽ ദ റിയാക്ടൻസ് ഓഫ് ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ഈസ് ക്വൈറ്റ് ഹൈ. കാരണം ഫ്രീക്വൻസി നമുക്ക് ഇവിടെ വളരെ റെഡ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ, XC ഈസ് ഈക്വൽ ടു റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, 1/2πfc ആണ് അല്ലെ. 1/2πfc ആണ്.
അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് റിയാക്ടൻസ് എന്താണ് ഇവിടെ എക്സി എന്ന് പറയുന്നത് കൂടും, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ. സോ ദ റിയാക്ടൻസ് ഓഫ് CE ഈസ് ഓൾസോ ഹൈ അറ്റ് ലോ ഫ്രീക്വൻസീസ്. ദിസ് ഹൈ റിയാക്ടൻസ് കനോട്ട് ഷണ്ട് ദ എമിറ്റർ റെസിസ്റ്റൻസ് എഫക്റ്റീവ്ലി. ആ ഒരു പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിൽ റെഡ്യൂസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് വരുന്നത്? സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്താ. ഹൈ ഫ്രീക്വൻസി എബോവ് 20 കിലോഹെർട്സിൽ CC ഈസ് വെരി സ്മോൾ ആണ്, കാരണം ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് CC റെഡ്യൂസ് ആകും. അപ്പോൾ അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലോഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ആവുകയും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സർവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആകും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ റിയാക്ടൻസ് ഓഫ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ നമുക്ക് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. അപ്പോൾ ഈ ഒരു രണ്ട് റീസൺസ് കൊണ്ട് നമുക്ക് എന്താണ് ഹൈ ഫ്രീക്വൻസിയിലും വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ മിഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് എന്താ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ യൂണിഫോം ആയിട്ട് നമുക്ക് വരുന്നതെന്ന് നോക്കാം. മിഡ് ഫ്രീക്വൻസി മീൻസ് 50 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെ. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഈസ് കോൺസ്റ്റന്റ്, കാരണം ദ എഫക്ട് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഈസ് ഇൻ ദിസ് ഫ്രീക്വൻസി റേഞ്ചസ് സച്ച് ആസ് മെയിൻറ്റെയിനിങ് ആസ് എ യൂണിഫോം വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ആ ഒരു ടൈമിൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് എന്തായത് ഒരു യൂണിഫോം വോൾട്ടേജ് ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ഇൻ ദിസ് റേഞ്ച് ആണെങ്കിൽ റിയാക്ടൻസ് ഓഫ് CC ഡിക്രീസ് ആവുകയും അത് വീണ്ടും ഗെയിൻ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോവർ റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡിംഗ് ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ലോവർ ഗെയിൻ ആയിട്ട് വരും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും ഓൾമോസ്റ്റ് രണ്ടും ക്യാൻസൽ ആയി പോവുകയാണ് അല്ലേ. റിയാക്ടൻസ് CC ഡിക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി കൂടും, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ കൂടും. അതല്ല നമുക്ക് ലോവർ റിയാക്ടൻസ് ആണെങ്കിൽ CC ഇതാകുകയും ഗെയിൻ കുറയുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ടു ഈച്ച് അതർ ആകും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Okay, next question നോക്കാം. What is biasing? List the advantages of potential divider biasing. അപ്പോൾ നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ BJT ബയാസിംഗിൽ അതുപോലെ തന്നെ MOSFET ബയാസിംഗിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? To achieve the desired switching or amplification effect of a transistor must be applied with a controlled amount of voltage and currents through it. അല്ലേ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈർഡ് ലെവലിലേക്ക് ആ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിലൂടെ ഫ്ലോ ആവുന്ന ആ ഒരു കൺട്രോൾ, അതായത് വോൾട്ടേജും കറന്റും നമുക്ക് കൺട്രോളബിൾ ആയിരിക്കണം അല്ലെ. ആ ഒരു കൺട്രോളിങ്ങിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിസ്റ്റർ ബയാസിംഗ് അതല്ലെങ്കിൽ ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ട്രാൻസിസ്റ്റർ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ബയാസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അതിന്റെ ഒരു ആംപ്ലിഫിക്കേഷനിൽ എഫക്ട് ചെയ്യും. ഓക്കെ, അതിൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പുവർ ആയിരിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് വരുന്ന ഗെയിനും വളരെ ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഔട്ട്കം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടണമെങ്കിൽ ബയാസിംഗ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ആ ബയാസിംഗ് പ്രോപ്പർ ആയാൽ മാത്രമാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ബയാസിംഗ് ഫെയിലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബയാസിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആവില്ല, പുവർ ആയിട്ടുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ റിസൾട്ട് ആയിരിക്കും വരുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് വരുന്ന ഗെയിനും വളരെ മോശമായിരിക്കും. ഓക്കെ, അപ്പൊ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ പ്രോപ്പർ ആയിട്ട് ആ ഒരു ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ബയാസിംഗ് ഡിഫറെന്റ് മെത്തേഡുകൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗിന്റെ എന്താണ് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് അതെന്താന്ന് നോക്കാം. അടുത്ത മെത്തേഡ് അല്ലെങ്കിൽ ലാസ്റ്റ് മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ്. ഈ പറഞ്ഞ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ബയാസിംഗ് സ്റ്റെബിലൈസേഷൻ മെത്തേഡിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബയാസിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ റെസിസ്റ്റർ RE എന്ന് പറയുന്നത് എമിറ്ററിലാണുള്ളത്. അത് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. R1 R2 എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ്? ബയാസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RE എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The name voltage divider comes from the voltage divider formed by R1 and R2. ഈ R1 R2 രണ്ടും യൂസ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന മെത്തേഡിനെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, the voltage drop across R2 forward bias the emitter base junction. അപ്പോൾ വോൾട്ടേജ് R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ സിഗ്നൽ കണ്ടീഷൻ കറന്റ് ആണ് നമുക്ക് സർക്യൂട്ടിൽ ഫ്ലോ ആവുന്നത്. നമുക്ക് സർക്യൂട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഇതാണ് എൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 എന്ന് പറഞ്ഞ രണ്ട് റെസിസ്റ്റർ ആണ് എനിക്ക് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ഫോം ആകുന്നത്.
അതുകൊണ്ടാണ് ഈ സർക്യൂട്ടിനെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. RE എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RC എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ടിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. Okay, and the advantages എന്താണ്? More than one type of voltage divider circuit can be incorporated by making use of this bias. അപ്പോൾ ഈ ഒരു biasing യൂസ് ചെയ്തിട്ട് നമുക്ക് more than one type of voltage divider bias നമുക്ക് സർക്യൂട്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സലന്റ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആവില്ല. നമുക്ക് ആ ഒരു ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് വേരി ആയിക്കൊണ്ടിരിക്കില്ല എന്ന് പറയുന്നത്. ഇതൊരു ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആംപ്ലിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദി വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്? ദ സിഗ്നൽസ് ടെൻഡ് ടു ഗെറ്റ് മിക്സ്ഡ് വൈൽ യൂസിങ് ദിസ് ബയാസ് ഇൻ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ഈ പറയുന്ന ബയാസിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ സിഗ്നൽസ് ചിലപ്പോൾ മിക്സ് ആകുന്നതിന് ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, അതൊരു റെയർ കേസ് ആണ്, പക്ഷെ നമുക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് എയിൽ മൊഡ്യൂൾ 5 and 6 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് നമുക്ക് പാർട്ട് ബി ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 4 മാർക്ക് ആയിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് പാർട്ട് എ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ക്വസ്റ്റ്യൻ എന്തായാലും കമ്പൽസറി അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് എ DC പവർ സപ്ലൈ യൂസിംഗ് നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം, 10 മാർക്കിന്. ഓക്കെ, അടുത്തത് explain the working of RC coupled amplifier with circuit diagram and relevant waveforms. Explain the frequency response of RC coupled amplifier. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്കെച്ച് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ DC പവർ സപ്ലൈ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5 നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കുക എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു DC പവർ സപ്ലൈ കമ്പൽസറി ആണ്. അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഫുൾ വേവ് ബ്രിഡ്ജ് ചോദിക്കാം, അതല്ലെങ്കിൽ ഹാഫ് വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ചോദിക്കാം. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതൊരു ക്വസ്റ്റ്യൻ. RC കപ്പിൾഡ് ആംപ്ലിഫയർ, അത് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കൂ, ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന് 5 മാർക്കിന്, RC കപ്പിൾഡ് ആംപ്ലിഫയർ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ജനർ വോൾട്ടേജ് ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ചോദിച്ചിട്ടുണ്ട്. RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഇതൊക്കെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്നത്. അടുത്തത് വർക്കിംഗ് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഇതൊക്കെ 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ റെഗുലേഷൻ ആൻഡ് ലോഡ് റെഗുലേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ CE ആംപ്ലിഫയർ 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് എ കപ്പാസിറ്റർ ഫിൽട്ടർ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷന് 3 മാർക്ക്. ഡിഫൈൻ ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ 4 മാർക്ക്. CE ആംപ്ലിഫയറിന്റെ നമുക്ക് വരുന്നത് വീണ്ടും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ പബ്ലിക് അഡ്രസ് സിസ്റ്റം? PA system. It is an electronic sound amplification and distribution system with a microphone, amplifier and loudspeakers used to allow a person to address a large public. For example, for an announcement of a movement at large and noisy air and rail terminals. അപ്പോൾ ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു സൗണ്ടിനെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ചെയ്യുകയും ആംപ്ലിഫൈ ചെയ്യുകയും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത്? ഒരു മൈക്രോഫോൺ ഉണ്ടാകും, ഒരു ആംപ്ലിഫയർ ഉണ്ടാകും, ഒരു ലൗഡ് സ്പീക്കർ ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ വരുന്ന കോമ്പണന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നത്? ഒരു ലാർജ് പബ്ലിക്കിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അനൗൺസ്മെന്റ്, ഇപ്പോൾ നമ്മളൊരു അനൗൺസ്മെന്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ലാർജ് ആയിട്ട് എവിടേക്കും നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മൈക്രോഫോണിലൂടെ ആയിരിക്കും, അല്ലെ? ആ ഒരു മൈക്കിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫൈ ചെയ്തിട്ട് സ്പീക്കറിലൂടെ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, the simplest PA system consists of a microphone, an amplifier and one or more loudspeakers is shown in figure. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു PA സിസ്റ്റം ആണ്, അല്ലേ? സിമ്പിൾ ആയിട്ട് എനിക്കൊരു മൈക്ക് അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഇവിടെ ഈ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്കിലൂടെ വരുന്ന ഈ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്
സ്പീക്കറിലൂടെ ചിലപ്പോൾ ഒന്നോ അല്ല അതിലധികമോ സ്പീക്കറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. A sound source such as compact disc player or radio may be connected to a PA system so that the music can be played through the system. അപ്പോൾ ഈ മൈക്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു സൗണ്ട് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്കോ റേഡിയോയോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് അടക്കം നമുക്ക് അങ്ങനെ ഒരു ലൗഡ് സ്പീക്കറിലൂടെ പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. The intensity of the sound decreases with the distance. Also, a particular sound can be affected or distorted by the other sound if the level or volume of the sound is the same. അപ്പോൾ നമുക്ക് സൗണ്ടിന്റെ അറിയാൻ നമുക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സൗണ്ടുകൾക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില സൗണ്ടുകൾ എഫക്റ്റഡ് ആകും, അതല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആകുന്നതിനും ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സൗണ്ട് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയ രീതിയിൽ തന്നെ നമ്മൾ അവിടെ എത്തിക്കണം അല്ലെ. നമ്മളിപ്പോൾ മൈക്കിൽ സംസാരിക്കുന്ന കാര്യം തന്നെ ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കും സെയിം ആയിട്ട് തന്നെ കേൾക്കണം, അതേപോലെ തന്നെ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആൾക്കും സെയിം തിങ്സ് സെയിം എന്താണോ പറയുന്നത് അതന്നെ കേൾക്കണം അല്ലെ. ഡിസ്റ്റൻസ് കൂടുന്തോറും അതിന്റെ ക്ലാരിറ്റി കുറയുകയോ അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് വേണ്ടത്. കാരണം എന്താണ്, ഇറ്റ് പ്രൊവൈഡ് ഒരു ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുന്നതിനെ ഒരു ആംപ്ലിഫയറിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത് വഴി നമുക്കൊരു ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് ലൗഡ് സ്പീക്കറിലൂടെ ഒരുപാട് പേർക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണോ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ മൈക്കിലൂടെ പറയുന്നത് അത് ഏത് റോയിലുള്ള ആൾക്കും സെയിം ഇതിൽ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The range of amplification is required for the sound is to be delivered as distance, size of gathering or gathered, etc. Sound quality is also very important factor with amplification because it improves the listening experience. അപ്പോൾ ആ ഒരു സൗണ്ടിന്റെ ക്വാളിറ്റി വേണം നമുക്ക് അല്ലെ. ആംപ്ലിഫിക്കേഷനിൽ നമുക്ക് സൗണ്ടിന്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ആംപ്ലിഫൈ ചെയ്തിട്ട് മാത്രം കാര്യമല്ല, അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വേണം. അതല്ലാതെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് വളരെ ഒരു നോയ്സ് ആയിട്ടൊരു സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നതെങ്കിൽ അതും നമുക്കൊരു പ്രോപ്പർ ഡെലിവർ ആകില്ല നമുക്ക് അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. The PA system helps to amplify as well as record the voice of any human being or the sound of any musical instrument and also help to communication between a group. അപ്പോൾ ഈ ഒരു PA സിസ്റ്റം എന്ന് പറയുന്നത് ആൾക്കാർ ഹ്യൂമൻ ബീയിങ്സിന്റെ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാനോ വോയിസസ് റെക്കോർഡ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്സുകൾ റെക്കോർഡ് ചെയ്യാനോ ഇതിനൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് അല്ലെ, ഒരു 1000 പേരൊക്കെ ഉള്ള മീറ്റിംഗ് നമുക്ക് ജസ്റ്റ് മൈക്കിൽ നിന്ന് സംസാരിച്ചാൽ ഈ പറയുന്ന എല്ലാവർക്കും അത് എത്തില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്കിലൂടെ സംസാരിക്കുന്നത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരുപാട് നമ്പർ ഓഫ് സ്പീക്കേഴ്സ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ഹാളിലായിട്ട് നമ്മൾ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്പീക്കറിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പറയുന്ന സൗണ്ട് നമുക്ക് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ വരുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മൈക്രോഫോൺ, ഓക്കെ, ദെൻ എ മിക്സർ ഉണ്ടാകും, ദെൻ ആൻ ആംപ്ലിഫയർ, ദെൻ ലൗഡ് സ്പീക്കേഴ്സ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. So first one എന്ന് പറയുന്നത് എന്താണ്, മൈക്രോഫോൺ ആണ് അല്ലെ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓർ കോമ്പണന്റ് ഓഫ് എ PA സിസ്റ്റം. The microphone basically a transducer that converts acoustic energy or sound energy into an electrical energy. അപ്പോൾ ഈ പറയുന്ന മൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഈ പറയുന്ന മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്, ഒരു സൗണ്ട് എനർജി അല്ലെങ്കിൽ അക്കോസ്റ്റിക് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടിന്യൂസ്ലി ജനറേറ്റ് ദ പൾസേറ്റിംഗ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് എനർജി അപ്ലൈഡ് ടു ഇറ്റ്. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സൗണ്ട് എനർജിക്ക് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ വേരിയസ് ടൈപ്പ് ഓഫ് മൈക്രോഫോൺസ് ആർ യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഒരു മൈക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് മൈക്രോഫോൺസ് വേറെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്കുള്ളത് ഹാൻഡ് ഹെൽഡ് മൈക്രോഫോണും ലേപ്പൽ മൈക്രോഫോണും ആണ് വരുന്നത്. ഒന്ന് ഹാൻഡ് ഹെൽഡും സെക്കൻഡ് വൺ ഇസ് ലാപ്പൽ മൈക്രോഫോണും ആണ്. ഓക്കെ, വേറെ കുറച്ച് ടൈപ്സ് വരുന്നത് എങ്ങനെയാണ്, വയേർഡും വയർലെസ്സും ആണ്. അപ്പൊ നമുക്കറിയാം വയേർഡും വയർലെസ്സും എന്താണെന്നുള്ളത്. വയേർഡ് മൈക്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു വയേർഡ് കണക്റ്റഡ് ആയിരിക്കും, വയർലെസ് എന്ന് പറയുന്നത് വയർലെസ് മൈക്രോഫോൺ ആയിരിക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ആംപ്ലിഫയറിലേക്കോ മിക്സറിലേക്കോ ഈ പറയുന്ന വയർലെസ് മൈക്രോഫോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, a wired microphone can be connected by a wire to the mixer or amplifier. It is very simple, but the wireless microphone need a battery and the frequency of its signal also be very important factor. The wireless microphone cannot be connected directly to the mixer or amplifier. A receiver is required to receive the signal sent to the microphone.
this receiver to be connected to the amplifier. അപ്പോൾ വയർഡ് മൈക്രോഫോണും വയർലെസ് മൈക്രോഫോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയർഡ് മൈക്രോഫോണിൽ നമുക്കൊരു വയർ ഉണ്ട് അല്ലെ, ആ വയർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്സറിലേക്കോ അതല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ ആണ്. എന്നാൽ ഈ വയർലെസ് മൈക്രോഫോൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്സറിലേക്കോ അല്ലെങ്കിൽ ആംപ്ലിഫയറിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതെന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. കാരണം ഒരു ബാറ്ററിയുടെ സഹായത്തോടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ബാറ്ററിയിൽ നിന്ന് ഒരു റിസീവറിലേക്ക് നമ്മൾ കൊടുക്കണം. ആ റിസീവർ ആണ് എന്ത് ചെയ്യുന്നത്, മൈക്രോഫോണിൽ നിന്നുള്ള സിഗ്നൽസിനെ കളക്ട് ചെയ്തിട്ട് ദെൻ ഈ റിസീവർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആംപ്ലിഫയറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു 1-2 സ്റ്റെപ്സ് അധികം വരുന്നത് ഏതിലാണ്, വയർലെസ് മൈക്രോഫോണിലാണ്. ഓക്കെ, അടുത്തത് ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്തിനാണ്, ഒരു സിഗ്നൽ ഒരു ലോ സിഗ്നലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തിരുന്നതാണ് വരുന്നത്. അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ദ PA സിസ്റ്റം ആണ്. The main function of the amplifier is to amplify or increase the volume level of the audio signal that you can drive by loudspeaker. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ആ സിഗ്നലിനെ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, the requirement or size of the amplifier depend upon the number and size of the loudspeakers. If the size of the loudspeaker is very large or many loudspeakers are to be connected, then a very powerful amplifier is required. അപ്പോൾ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എത്ര സ്പീക്കറിലേക്കാണോ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സൈസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ സ്പീക്കർ മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ മതി. ഇഫ് സപ്പോസ് 5-10 സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പവർ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്, നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ലൗഡ് സ്പീക്കർ. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ PA സിസ്റ്റം. അപ്പോൾ ആ ലൗഡ് സ്പീക്കറിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന എല്ലാവരും കേൾക്കുന്നത് അല്ലേ. ഈ ഒരു ഇലക്ട്രിക്കൽ എനർജിനെ ഒരു സൗണ്ട് എനർജി അല്ലെങ്കിൽ ഒരു അക്കൗസ്റ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ലൗഡ് സ്പീക്കർ ആണ്. ഓക്കെ, ദേ ആർ ജനറലി കണക്റ്റഡ് ടു ദ ആംപ്ലിഫയർ ആൻഡ് ഇറ്റ് ജനറേറ്റ് ദ സൗണ്ട് അക്കോർഡിംഗ് ടു ദ ഓഡിയോ സിഗ്നൽ പ്രൊവൈഡ് ബൈ ദ ആംപ്ലിഫയർ. അപ്പോൾ ഈ ലൗഡ് സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറിലേക്കാണ്. ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫൈഡ് സിഗ്നലിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അത് എല്ലാവർക്കുമായിട്ട് കൊടുത്തിരിക്കുകയാണ്, എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൗഡ് സ്പീക്കർ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ, വൂഫർ, സബ് വൂഫർ, സ്ക്വേക്കർ, ട്വീറ്റർ. അപ്പൊ വൂഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ ആ ഒരു ബാസ് ഒക്കെ വരില്ലേ നമുക്ക്, അതിലൊക്കെയാണ് വൂഫർ യൂസ് ചെയ്യുന്നത്. സബ് വൂഫർ എന്ന് പറഞ്ഞാൽ വിത്ത് ലോ ഫ്രീക്വൻസി ബട്ട് മോർ ദാൻ ദ വൂഫർ സച്ച് ആസ് ബാസ്, ഡീപ് വോക്കൽസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സബ് വൂഫർ യൂസ് ചെയ്യുന്നത്. സ്ക്വേക്കർ എന്ന് പറയുന്നത് വിത്ത് മീഡിയം ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസ്, വോക്കൽസിലൊക്കെ വരുന്നതാണ്, മീഡിയം സിഗ്നൽസ് വരുന്നതാണ്. ട്വീറ്റർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസ്, ഒരു ട്യൂണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്വീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീക്കർ. ലാസ്റ്റ് നമുക്ക് ഒരു മിക്സർ വരുന്നുണ്ട്. മിക്സർ എന്ന് പറഞ്ഞാൽ ഒരു നെസസറി പാർട്ട് അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ നെസസറി പാർട്ട്, but if there are multiple audio sources or multiple microphones are used in a PA system, then mixer is required. അപ്പോൾ മിക്സർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് അല്ല. കാരണം എന്താണ്, ഇപ്പോൾ ഒരു മൈക്രോഫോൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു മിക്സറിന്റെ ആവശ്യം വരുന്നില്ല. സപ്പോസ് നമ്പർ ഓഫ് മൈക്രോഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓഡിയോ സോഴ്സസ് ആണെങ്കിൽ മിക്സറിന്റെ ആവശ്യം വരുന്നു. Okay, it is an electronic device that can control multiple sound sources simultaneously. It can mix all the sound sources together and play with a single loudspeaker with the help of an amplifier. അപ്പോൾ number of മൈക്രോഫോണിൽ നിന്നുള്ള കണ്ടന്റുകൾ കണക്ട് ചെയ്തിട്ട് ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് ഒരു സിംഗിൾ ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മിക്സർ എന്ന് പറയുന്നത് ആംപ്ലിഫയറിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, now there are so many amplifiers are available in the market and already has an inbuilt mixer, so there is no need of an external additional mixer. All the microphones or sound sources can be connected with the amplifier. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് അതായത് നവഡേയ്സിൽ നമ്മൾ ആംപ്ലിഫയർ നമുക്ക് ഇമ്പോർട്ടന്റ് പാർട്ട് ആണ്. അപ്പോൾ ആംപ്ലിഫയറിൽ തന്നെ മിക്സറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു മിക്സർ സർക്യൂട്ടിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 5 പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്കിന്റെയും 10 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5 ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഈ 2 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 6ന്റെ ഇതുപോലൊരു PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കൂ,
Describe the components of a DC power supply using a neat block diagram. Okay, അപ്പോൾ ഒരു നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ, DC പവർ സപ്ലൈ. ഈ ഒരു DC പവർ സപ്ലൈയുടെ ഒരു നീറ്റ് ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ അതിന്റെ കോമ്പണൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ. 10 മാർക്കിനും ചോദിച്ചിട്ട് 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നോക്കിയിട്ട് മാർക്ക് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം അതിന് എലോബറേറ്റ് ചെയ്ത് എഴുതണോ അതോ ജസ്റ്റ് കംപ്രസ് ചെയ്ത് എഴുതണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 5 മാർക്കിനോ 3 മാർക്കിനോ എഴുതേണ്ട ആവശ്യം വരില്ല. ഓക്കെ, സോ മാർക്കിനെ നോക്കിയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് നമുക്ക് എന്താ DC പവർ സപ്ലൈയുടെ കാര്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു ജനറേറ്റ് എ സ്റ്റഡി DC സപ്ലൈ ഇറസ്പെക്റ്റീവ് ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് AC സപ്ലൈ. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് AC സപ്ലൈ അതിൽ നിന്നും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു DC സപ്ലൈ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് ഒരു DC പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, the regulated power supply is one kind of electronic circuit designed to provide the stable DC voltage to fixed value across the load terminals irrespective of the load variations. ലോഡ് വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ചേഞ്ചസിനെ വക വെക്കാതെ തന്നെ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് നമുക്ക് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ റെഗുലേറ്റഡ് പവർ സപ്ലൈ is to convert an unregulated alternating AC alternating current to a steady DC current. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു AC സപ്ലൈയെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സ്റ്റഡി കറന്റ് ഡയറക്റ്റ് കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, the RPS is used to confirm that if the input changes then the output will stable. അല്ലേ, അപ്പൊ RPS എന്തിനു വേണ്ടിയിട്ടാണ്, കൺഫേം ആക്കാനായിട്ട്. അതായത് ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കിട്ടണം. അതാണ് ഒരു റെഗുലേറ്റഡ് RPSന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, this power supply is also called linear power supply. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ലീനിയർ പവർ സപ്ലൈ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് വിൽ അലോ AC ഇൻപുട്ട് ആസ് വെൽ ആസ് പ്രൊവൈഡ് സ്റ്റഡി DC ഔട്ട്പുട്ട്. നമുക്ക് ഒരു സ്റ്റഡി DC ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഈ ഒരു DC പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു റെക്ടിഫയർ വരുന്നുണ്ട്, ഒരു DC ഫിൽറ്റർ ആൻഡ് എ റെഗുലേറ്റർ. ഓക്കെ, നോക്കൂ, അപ്പോൾ ഒരു AC ഇൻപുട്ട് AC ലൈനിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നുണ്ട്, ദെൻ റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, ഫൈനലി ദ ലോഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് എന്താണ് ഒരു AC സിഗ്നൽ ആണ് ഞാൻ കൊടുക്കുന്നത്. അതിനെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇറ്റ് മൂവ്സ് ടു ദി റെക്ടിഫയർ. റെക്ടിഫയറിൽ നമുക്ക് എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു റെക്ടിഫൈഡ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മൂവ്സ് ടു ദി ഫിൽറ്റർ നമുക്ക് റിപ്പിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ട് ഒരു റെഗുലേറ്ററിലൂടെ നമുക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് നമുക്ക് ലോഡിൽ അക്രോസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് മെയിൻ ബ്ലോക്ക് ഡയഗ്രാം. ഇതിന്റെ ഓരോ കോമ്പണൻസുകളും എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫോമർ ആൻഡ് ആൻ AC സപ്ലൈ. ട്രാൻസ്ഫോമറും ഉണ്ട് AC സപ്ലൈ, അതാണ് ഫസ്റ്റ് കോമ്പണന്റ് ആയിട്ട്. A power supply can be used for providing the necessary amount of power at the precise voltage from a main source like battery. ഓക്കെ, അപ്പോൾ നമുക്കൊരു പവർ സപ്ലൈ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നെസസറി ആയിട്ടൊരു നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടൊരു വോൾട്ടേജ് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, a transformer alerts an AC main voltage towards the necessary value and main function of it is to step up or step down the voltage. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്ക് വരുന്ന സപ്ലൈ വോൾട്ടേജ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാനോ റിഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ലാർജ് ഇലക്ട്രോണിക് കോമ്പണന്റ്, എസ്പെഷ്യലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ പവർ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ പവർ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വോൾട്ടേജിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ആഡ് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ടു ദ പവർ സപ്ലൈ ആൻഡ് ഓൾസോ ക്യാൻ ബി ക്വൈറ്റ് കോസ്റ്റ്ലി.
എസ്പെഷ്യലി ഫോർ ദ ഹയർ പവർ ഓൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ പവറിൽ യൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് റീസൺ, അതിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ കോസ്റ്റ്ലിയും അത് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ പവർ ആപ്ലിക്കേഷൻസിനൊക്കെ ഈ ഒരു ട്രാൻസ്ഫോമർ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹൈ പവർ ആപ്ലിക്കേഷൻസിനൊക്കെ ട്രാൻസ്ഫോമർ കൂടുതലായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then depending upon the rectifier approach adopted, the transformer may be a single, secondary or it may be a center table. അപ്പോൾ നമ്മളുടെ ഈ ട്രാൻസ്ഫോമറിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു റെക്ടിഫയർ ബ്ലോക്ക് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു റെക്ടിഫയറിന്റെ ഇതിനനുസരിച്ച് റെക്ടിഫയർ നമ്മൾ ഏതാണോ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ നമുക്ക് മേ ബി സിംഗിൾ സെക്കൻഡറി ആകാം, അതല്ലെങ്കിൽ ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ വൈൻഡിങ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് വോൾട്ടേജ് വീണ്ടും നമുക്ക് കൂടുതലാക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പർപ്പസ് വരികയാണെങ്കിൽ നമുക്ക് വൈൻഡിങ്സും കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് സെവറൽ വൈൻഡിങ്സ് ഫോർ ദ ഡിഫറെന്റ് വോൾട്ടേജ് റിക്വയർഡ് ഷുഡ് ദിസ് ബി നീഡഡ്. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് ഓഫ് വോൾട്ടേജിനനുസരിച്ച് നമുക്ക് വൈൻഡിങ്സിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് ആ ഒരു വൈൻഡിങ്സ് നമുക്ക് സെവറൽ വൈൻഡിങ്സ് നമുക്ക് ഡിഫറെന്റ് വോൾട്ടേജസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, നമ്മുടെ ആ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ അല്ലെങ്കിൽ DC പവർ സപ്ലൈയുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് റെക്ടിഫയർ ആണ്. ഓക്കെ, റെക്ടിഫയറിലേക്കുള്ള ഇൻപുട്ട് എവിടുന്നാണ് വരുന്നത്, നമ്മുടെ ട്രാൻസ്ഫോമറിലാണ്. ഓക്കെ, as input from an AC supply is alternating current, this needs to be converted to a DC formatting. Various forms of rectifier circuits are available. അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു AC സപ്ലൈനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ഒരു റെക്ടിഫയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് പല രീതിയിലുള്ള പല ഫോംസ് ഓഫ് റെക്ടിഫയേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. The simplest form of rectifier that could be used in a power supply is a single diode providing half wave rectification. നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ നമ്മളൊരു AC സപ്ലൈനെ നമ്മളൊരു DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിനെ. അപ്പോൾ നമ്മളൊരു സിംഗിൾ ഡയോഡ് മാത്രമായിട്ടാണ് ആ റെക്ടിഫയർ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഓക്കെ, നമ്മളിപ്പോൾ ഒരു സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു AC സപ്ലൈ ആണ് അല്ലേ. ഹാഫ് വേവ് റെക്ടിഫയർ മീൻസ് ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും റിസൾട്ട് വരുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0 ആയിരിക്കും. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് എ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും വരുന്നത്, എനിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും വരുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും റിസൾട്ട് വരും. ദിസ് ഈസ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഇത് ഹാഫ് വേവ് റെക്ടിഫയർ, ദിസ് ഈസ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡയോഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ദിസ് അപ്രോച്ച് ഈസ് നോട്ട് നോർമലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ടു സാറ്റിസ്ഫൈ സ്മൂത്ത് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ആ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം റിസൾട്ട് വരുന്നത് നമുക്ക് സ്മൂത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ്ലി DC ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, നോർമലി ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് 2 ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമറും 2 ഡയോഡുകളും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, the other is used to single winding on the power supply transformer and use a bridge rectifier with 4 diodes. അടുത്ത നമുക്ക് പവർ സപ്ലൈ ട്രാൻസ്ഫോമറിൽ ഒരു സിംഗിൾ വൈൻഡിങ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 4 ബ്രിഡ്ജ് ഡയോഡുകൾ ബ്രിഡ്ജിന്റെ ഫോമിൽ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ അതും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, as diodes are very cheap and the cost of providing a center tap transformer is more, the most common approach of these days to be use a bridge rectifier. അപ്പോൾ ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ അവൈലബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് അതിന് കോസ്റ്റ്ലി കൂടുതലാണ്. ഡയോഡുകൾ വളരെ ചീപ്പാണ്, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കൺവേർട്സ് an AC സപ്ലൈ ടു a DC. ഓക്കെ, അടുത്തത് പവർ സപ്ലൈ സ്മൂത്തനിങ് അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു ഫിൽറ്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റെക്ടിഫയറിന് ശേഷം വരുന്നത് ഫിൽറ്റർ ആണ്.
So once rectified from the AC signal, DC needs to be smoothed to remove the varying voltage level. Large reservoirs capacitors are used for this. Okay. അപ്പോൾ നമുക്ക് ഫിൽറ്റർ അതാണ് ഈ പവർ സപ്ലൈ സ്മൂത്തനിങ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ നമുക്ക് റെക്ടിഫയറിൽ നിന്ന് വരുന്നത് എന്താണ്, നമുക്ക് ഒരു റെക്ടിഫൈഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു DC ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് വളരെ വേരിയേഷൻ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഉള്ള വോൾട്ടേജസിനെയൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു സിമിലർ ലെവലിലേക്ക് വരുന്ന രീതിയിലുള്ള വാല്യൂസ് ആയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു പവർ സപ്ലൈ സ്മൂത്തനിങ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് വാല്യൂസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്, ഈ ഒരു ബ്ലൂ കളറിൽ. അപ്പോൾ അതിനെ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഈ ഒരു ലൈനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു DCയുടെ ഇതിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. The smoothing element of the circuit uses a large capacitors. Okay, അപ്പോൾ large capacitors ആണ് നമ്മളുടെ smoothing element ആയിട്ട് യൂസ് ചെയ്യുന്നത്. This charges up the incoming waveform from the rectifier rise to its peak. As the voltage of the rectifier waveform falls away, once the voltage is below that of the capacitor, then the capacitor starts to supply charge, holding the voltage up to next. അതായത് ആ ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ആണ്, ആ ഒരു മാക്സിമം വോൾട്ടേജ് ലെവലിലേക്ക് അത് ചാർജ് ആകും. ദെൻ ആ ഒരു DC നമ്മുടെ ആ ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് റിഡ്യൂസ് ആകുമ്പോൾ DC ലെവൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരും. പിന്നെ നമുക്ക് വീണ്ടും മാക്സിമം വോൾട്ടേജിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വോൾട്ടേജ് വേരിയേഷൻസ് ഇതിൽ വരുന്നില്ല. അതങ്ങനെ സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു എന്താണ് ഒരു DCയുടെ വാല്യൂയിലേക്ക് DC ലെവലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതാണ് ഒരു പവർ സപ്ലൈ സ്മൂത്തനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ. അപ്പോൾ സ്മൂത്തനിങ് എലമെന്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ലാർജ് കപ്പാസിറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് അതങ്ങനെ അത് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സ്മൂത്തനിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, അതിന് നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുത്തിട്ട്, അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജിന് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വോൾട്ടേജിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ബ്ലോക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന DC പവർ സപ്ലൈയുടെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ടെക്നോളജിയാണ്, ലോ നോയ്സ്, സിമ്പിൾ ആപ്ലിക്കേഷൻസ് ആണ്, ലോ കോസ്റ്റ്, ലോ നോയ്സ് ആൻഡ് ലോ റിപ്പിൾസ് വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി, ലിമിറ്റഡ് ഔട്ട്പുട്ട്സ്, പുവർ എഫിഷ്യൻസി, ഹീറ്റ് ഡിസിപ്പേഷൻസ് ഇസ് ഹൈ, ലാർജർ ഇൻ സൈസ്. ഓക്കെ. ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി DC പവർ സപ്ലൈ. What are the applications എന്ന് പറഞ്ഞാൽ കൺട്രോൾ സർക്യൂട്ട്സ്, ലോ നോയ്സ് amplifiers, signal processors, automated and laboratory test equipment, data acquisition and sensors and circuits. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ DC പവർ സപ്ലൈയുടെ കോമ്പണൻസ് അല്ലെങ്കിൽ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ആ മെയിൻ ആയിട്ട് ജസ്റ്റ് ആദ്യം DC പവർ സപ്ലൈ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഒരു പാരഗ്രാഫിൽ. ഓക്കെ. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ കോമ്പണന്റിന്റെയും യൂസ് എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കിനനുസരിച്ചിട്ട് വേണം നമ്മളത് എക്സർസൈസ് ചെയ്യാൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് RC coupled amplifier with circuit diagram and relevant waveforms. Also explain the frequency response of RC coupled amplifier. ഓക്കെ. അപ്പോൾ ഇത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ 5 മാർക്കിനും ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ RC coupled amplifier എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. An RC coupled amplifier is a type of an electronic amplifier that uses the resistor capacitor network to couple the output of one stage of amplification to the input stage of the next stage. അപ്പോൾ ഈ ഒരു RC coupled amplifier നമുക്ക് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ്, നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുതലായിരിക്കും. അതാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു RC coupled amplifier എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു RC coupled amplifier നമ്മൾ എന്താ ചെയ്യുന്നത്, റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഡിഫറെന്റ് സ്റ്റേജസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിനെ നെക്സ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ആണ്. അതുകൊണ്ടാണ് ഇതിനെ RC coupled amplifier എന്ന് പറയുന്നത്. ഓക്കെ. The capacitor blocks any DC voltage while allowing AC signals to pass through. അപ്പോൾ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, ഒരു DC വോൾട്ടേജസിനെ ബ്ലോക്ക് ചെയ്യുകയും AC സിഗ്നൽസിനെ അതിലൂടെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. The resistor and capacitor values are carefully selected to optimize the frequency response of the amplifier. അപ്പോൾ ഒരു RC വാല്യൂ ഉണ്ട് നമുക്ക് അല്ലേ. ആ ഒരു റെസിസ്റ്ററിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്തത് വളരെ ഒരു ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ആംപ്ലിഫയറിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു RC വാല്യൂസ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ.
ഈ ഒരു കോൺഫിഗറേഷൻ ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓഡിയോ ആംപ്ലിഫയേഴ്സിൽ അതുപോലെ തന്നെ റേഡിയോ റിസീവേഴ്സ്. കാരണം എന്താണ്, അത് സിംപ്ലിസിറ്റിയാണ്. കാരണം റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്കാണ്, സിമ്പിളുടെ ഒരു നെറ്റ്വർക്കാണ്. അതൊരു സിംപ്ലിസിറ്റി കൂടുതലാണ്, അതിന്റെ എഫക്റ്റീവ്നെസ്സും കൂടുതലുള്ളതുകൊണ്ട് ഓഡിയോ ആംപ്ലിഫയേഴ്സിലും റേഡിയോ റിസീവേഴ്സിലുമാണ് കൂടുതലായിട്ട് ഈ ഒരു RC ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് RC coupled amplifier നമുക്ക് ഒന്നുകൂടി നോക്കാം. A transistor circuit containing more than one stage of amplification is defined as the multi-stage amplifier. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നമ്മൾ ഒന്നിലധികം ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയാം. ഓക്കെ, എ നമ്പർ ഓഫ് സിംഗിൾ സ്റ്റേജസ് ആർ കണക്റ്റഡ് ഇൻ എ കാസ്കേഡഡ് അറേഞ്ച്മെന്റ്. ഒരു കാസ്കേഡഡ് അറേഞ്ച്മെന്റിൽ നമ്പർ ഓഫ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കാസ്കേഡിംഗ് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കപ്ലിംഗ് പ്രോസസ് നമുക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാസ്കേഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കപ്ലിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് ജനറലി കപ്പാസിറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഈ പറയുന്ന ഡിവൈസുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് RC റെസിസ്റ്റർ കപ്പാസിറ്റർ. അപ്പോൾ എന്തിനാണ് ഇതിന്റെ പർപ്പസ് നമുക്ക് നോക്കാം. RC കപ്പിളിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. To transfer AC the output of one stage to the next input of the next stage. അപ്പോൾ എന്തിനാണ് മെയിൻ ആയിട്ട് AC ഔട്ട്പുട്ട്, ഒരു സ്റ്റേജിൽ നിന്ന് വരുന്ന AC ഔട്ട്പുട്ടിനെ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ to isolate the DC conditions of one stage from next stage. ഒരു സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ആ ഒരു DC കണ്ടീഷൻസിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും ആ ലോഡിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ്, അത് തന്നെ കപ്ലിംഗ്, സെക്കൻഡ് സ്റ്റേജ് കപ്ലിംഗ്, തേർഡ് സ്റ്റേജ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 3 സ്റ്റേജ് ആണ്. അപ്പോൾ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഈ ഒരു ഇതിൽ നമുക്ക് 3 സ്റ്റേജ് ഓഫ് കാസ്കേഡഡ് ആംപ്ലിഫയർ വരുന്നുണ്ട്. ഓരോ സ്റ്റേജിലും ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉണ്ടാകും, ഒരു കപ്പിൾഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് കപ്ലിംഗ് ഡിവൈസ് ഉണ്ടാകും അല്ലേ. ഒരു ഫസ്റ്റ് സ്റ്റേജ്, ഒരു കപ്ലിംഗ്, ദെൻ സെക്കൻഡ് സ്റ്റേജ് കപ്ലിംഗ്, തേർഡ് സ്റ്റേജ്, ദെൻ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓരോ സ്റ്റേജിലും വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ദർ ആർ 3 ടൈപ്സ് ഓഫ് കപ്ലിംഗ് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് നോക്കൂ, ഇവിടെ എനിക്ക് ഈ ഒരു RC കപ്പിൾ, അതായത് ഈ ഒരു C കണ്ടില്ലേ കപ്പാസിറ്റർ. ഓക്കെ, this is the coupling capacitor. Okay, this is the coupling capacitor. Here the first stage is connected to the second stage through the coupling capacitor CC and the resistor RC. Okay, അപ്പോൾ ഈ ഒരു coupling capacitor CC and the resistor RC ഈ രണ്ടും കൂടി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലത്തെ ഔട്ട്പുട്ടിനെ എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലെ ഇൻപുട്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ RC നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, therefore this amplifier is called the RC coupled amplifier. The resistors R1 R2 form the self bias. അപ്പോൾ R1 R2 എന്ന് പറയുന്നത് സെൽഫ് ബയാസ് ആണ്. RE എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, R1 R2 these two are the self bias resistors and RE is the stabilization network ആണ്. ഓക്കെ, RC and CC are the coupling devices. The bypass capacitor at the emitter ഉണ്ടാകുന്ന bypass capacitor എന്ന് പറയുന്നത് it offers a low reactance path to the സിഗ്നലിന് ഒരു ലോ റിയാക്ടൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് bypass capacitor ആണ്. ഓക്കെ, this method of coupling is widely used in cascade amplifier stages. അപ്പോൾ cascade amplifier stagesൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, RC coupled amplifier ആണ്. ഓക്കെ, ഇതാണ് 2 സ്റ്റേജ് ആംപ്ലിഫയർ RC coupled amplifier. It can also drive low impedance load because it's relatively low output impedance. The output impedance അത് വളരെ low ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് low impedance ലോഡ്സിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, due to the non-linear properties of the transistors, this sort of amplifiers can be also vulnerable to temperature variations and create distortions. അപ്പോൾ ഇതിന്റെ ഒരു non-linear properties of the transistors ഉള്ളതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് എന്താണ് കൂടുതലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷനും ഡിസ്റ്റോർഷൻസിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഓക്കെ,
ടു ഗെറ്റ് ദ ബെസ്റ്റ് പെർഫോമൻസ് കെയർഫുൾ ബയാസിംഗ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റേഴ്സ് സ്യൂട്ടബിൾ ആയിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ദെൻ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ നോർമൽ കൂടുതലായിട്ട് നമ്മൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു RC ആംപ്ലിഫയർ കാസ്കേഡിംഗ് സ്റ്റേജിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. When the input voltage is applied to the base of the first transistor through the input capacitor Cin, it appears as the amplified form across its collector load resistance. അല്ലേ, നമുക്കറിയുന്ന ഒരു വർക്കിംഗ് തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു ഇൻപുട്ട് നമ്മുടെ ഇൻപുട്ട് കപ്പാസിറ്റി ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഇൻപുട്ട് കപ്പാസിറ്റി Cin വഴി നമ്മൾ ബേസിലേക്ക് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ഒരു ആംപ്ലിഫൈഡ് ഫോം ആയിട്ട് നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, RCക്ക് അക്രോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് given to the base of the next stage through the coupling capacitor. അപ്പോൾ അതിന് ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കപ്പാസിറ്റർ വഴി ഈ ഒരു RCയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ആംപ്ലിഫിക്കേഷൻ ഒക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അഗെയിൻ വേറൊരു സ്റ്റേജും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന RCയിൽ ഉണ്ടാകുന്ന റിസൾട്ട് അവിടെ ഇതിലൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, the coupling capacitor CC here helps in blocking the flow of DC components from the first stage to the second stages of the circuit. അപ്പോൾ ഈ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു DC കോമ്പണൻസ് അതായത് ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും DC കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതിനെ അലോ ചെയ്യാതെ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ. ഓക്കെ, അതിനു വേണ്ടിയാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബയാസിംഗ് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് വിൽ നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു ബയാസിംഗിന്റെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, കാരണം DC കോമ്പണൻസിനെയൊക്കെ ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, the coupling capacitor has some reactance and hence there would be some loss of signal voltage due to the drop across this capacitor. അപ്പോൾ ഈ ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിൽ നമുക്ക് കുറച്ച് റിയാക്ടൻസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം XC = 1/2πfc എന്ന് പറഞ്ഞൊരു റിയാക്ടൻസ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു ലോസ് നമുക്ക് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഈ ഒരു കപ്പാസിറ്ററിൽ ഒക്യൂർ ആവുന്നുണ്ട്. Okay, this loss varies inversely with the frequency of the applied input signal. ആ ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഇൻവേഴ്സ് ആയിട്ടായിരിക്കും, ഇൻവേഴ്സ്ലി ആയിരിക്കും ഈ ഒരു ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. XC = എങ്ങനെയാണ് 1/2πfc ആണ്. FC എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ഫ്രീക്വൻസിയാണ് വരുന്നത് അല്ലേ. The total gain is less than the product of the gains from individual stages. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഒരു 3 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഈ 3 സ്റ്റേജിന്റെയും കൂടി ടോട്ടൽ ആയിട്ട് കിട്ടുന്ന ആ ഗെയിൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിന്റെ ഗെയിനിനേക്കാൾ റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് ഓരോന്നിലും ലോസസ് കുറച്ചായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോസസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റേജസിനേക്കാൾ കുറവായിരിക്കുന്നതാണ് പറയുന്നത്. This is because when the second stage is made to flow from the first stage, the effective load resistance of the first stage is reduced due to shunting effect of the input resistance of the second stage. This reduces the gain of the stage which is loaded by the next stage. നമ്മൾ പറഞ്ഞു തന്നെയാണ് നമുക്ക് ഓരോ സ്റ്റേജിന് വരുന്ന ആ ഒരു ലോഡ് റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ആ ചെറിയൊരു ഷണ്ടിങ് എഫക്റ്റ് കാരണം നമുക്ക് അവിടെ കുറച്ച് ലോസ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വരും. അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിരിക്കും ഫൈനലായിട്ട് കിട്ടുന്നത്. ഓക്കെ, then ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെ നമുക്ക് എന്ത് പറയാം, വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റും അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് അതിനെ ലൂപ്പ് ഗെയിൻ എന്നും പറയാം. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്, AB = V0/Vs ആണ്. അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഇതിൽ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. Frequency response of RC amplifier amplifier is uniform over the mid frequency range 50 Hz to 20 kHz. അപ്പോൾ ഒരു 20 to 50 അല്ലെങ്കിൽ 20 Hz 50 Hz മുതൽ 20 kHz വരെ നമുക്ക് ഒരു യൂണിഫോം ആയിരിക്കും ഈ ഒരു റേഞ്ചിൽ. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ ഡ്രോപ്സ് ഓഫ് ടു ലോ 50 Hz ആൻഡ് ഹൈ 50 Hz. ഇങ്ങനെയായിരിക്കും നമുക്കൊരു ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു റേഞ്ച് വരുന്നത് 50 Hz ആയിരിക്കും, ഇത് 20 kHz ആയിരിക്കും. 50 Hz താഴെയും ഓക്കെ 20 kHz എബോവ് നമുക്ക് എന്താണ്, നമുക്ക് ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് ആകും. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഓക്കെ, നോക്കൂ, വോൾട്ടേജ് ഗെയിൻ ഫ്രീക്വൻസി 50 Hz ആണ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ബിലോ എന്ന് പറയുന്നത് റിഡ്യൂസ് ആകുകയാണ്. ഈ 20 kHz എബോവ് നമുക്ക് വോൾട്ടേജ് ഗെയിൻ റിഡ്യൂസ്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എങ്ങനെയായിരിക്കും, അറ്റ് ലോ ഫ്രീക്വൻസി അതായത് ലെസ് ദാൻ 50 Hz ആണെങ്കിൽ ദ റിയാക്ടൻസ് ഓഫ് ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ഈസ് ക്വൈറ്റ് ഹൈ
കാരണം ഫ്രീക്വൻസി നമുക്ക് ഇവിടെ വളരെ റെഡ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ, എക്സ് സി ഈസ് ഈക്വൽ ടു റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, 1/2πfc ആണ് അല്ലേ, 1/2πfc ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് റിയാക്ടൻസ് എന്താണ് ഇവിടെ, എക്സി എന്ന് പറയുന്നത് കൂടും, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. സോ ദ റിയാക്ടൻസ് ഓഫ് CE is also high at low frequencies. This high reactance cannot shunt the emitter resistance effectively. ആ ഒരു പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിൽ റെഡ്യൂസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് വരുന്നത്, സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്താ. ഹൈ ഫ്രീക്വൻസി എബോവ് 20 കിലോഹെർട്സിൽ CC ഈസ് വെരി സ്മോൾ ആണ്, കാരണം ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് CC റെഡ്യൂസ് ആകും. അപ്പോൾ അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലോഡിംഗ് എഫക്ട് ഇൻക്രീസ് ആവുകയും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സർവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആകും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ റിയാക്ടൻസ് ഓഫ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ നമുക്ക് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന ആ ഒരു ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. അപ്പോൾ ഈ ഒരു രണ്ട് റീസൺസ് കൊണ്ട് നമുക്ക് എന്താണ്, ഹൈ ഫ്രീക്വൻസിയിലും വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ മിഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് എന്താ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ യൂണിഫോം ആയിട്ട് നമുക്ക് വരുന്നതെന്ന് നോക്കാം. മിഡ് ഫ്രീക്വൻസി മീൻ 50 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെ. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഈസ് കോൺസ്റ്റന്റ്, കാരണം ദ എഫക്ട് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഈസ് ഇൻ ദിസ് ഫ്രീക്വൻസി റേഞ്ചസ് സച്ച് ആസ് മെയിൻറ്റെയിനിങ് ആസ് എ യൂണിഫോം വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ആ ഒരു ടൈമിൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് എന്തായത് ഒരു യൂണിഫോം വോൾട്ടേജ് ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ഇൻ ദിസ് റേഞ്ച് ആണെങ്കിൽ റിയാക്ടൻസ് ഓഫ് CC ഡിക്രീസ് ആവുകയും അത് വീണ്ടും ഗെയിൻ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോവർ റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡിംഗ് ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ലോവർ ഗെയിൻ ആയിട്ട് വരും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും ഓൾമോസ്റ്റ് രണ്ടും ക്യാൻസൽ ആയി പോവുകയാണ് അല്ലേ. റിയാക്ടൻസ് CC ഡിക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി കൂടും, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ കൂടും. അതല്ല നമുക്ക് ലോവർ റിയാക്ടൻസ് ആണെങ്കിൽ CC ഇതാകുകയും ഗെയിൻ കുറയുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ടു ഈച്ച് അതർ ആകും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്ററും RC കപ്പിൾഡ് ആംപ്ലിഫയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇതാണ് എനിക്ക് വരുന്നത്. ഇൻ സിംഗിൾ സ്റ്റേജ് CE ആംപ്ലിഫയർ ഓൺലി വൺ ട്രാൻസിസ്റ്റർ വിച്ച് കറക്റ്റ് ബയാസിംഗ് ആൻഡ് എക്സ്ട്രാ കോമ്പണൻസ് ആർ റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിംഗ് ആൻ ഔട്ട്പുട്ട് അല്ലെ. ഇതാണ് ഒരു സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആംപ്ലിഫൈഡ് or any input quantity like voltage, current or power which is present in the electronic circuit. That circuit is said to be single stage amplifier. Hence the essential part of the single stage amplifier is transistor. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ട്രാൻസിസ്റ്റർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റേജ് മാത്രമാണ് നമുക്കിവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ടു സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, രണ്ട് സ്റ്റേജ് വരുന്നുണ്ട് അല്ലെ. ഇവിടെ എനിക്കൊരു CC കപ്പാസിറ്ററും വരുന്നുണ്ട്, RC റെസിസ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതാണ് ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് രണ്ട് അതായത് ഒരു സിംഗിൾ സ്റ്റേജിന്റെ പോലെ തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടാകും. ഈ രണ്ട് സ്റ്റേജുകളെ തമ്മിൽ കപ്ലിംഗ് ചെയ്യുന്നതായിരിക്കാണ് ഈ ഒരു RC കോമ്പണന്റുകളാണ്, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ കോമ്പണന്റ്സ് ആണ്. ഇതാണ് ടു സ്റ്റേജ് RC കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് എക്സലന്റ് ആണ്, വെരി കോമ്പാക്ട് ആൻഡ് എക്സ്ട്രീംലി ലൈറ്റ് ആണ്, കോസ്റ്റ് സ്ലോ ആണ്, ബിക്കോസ് ഇറ്റ്സ് എംപ്ലോയ്ഡ് റെസിസ്റ്റേഴ്സ് ആണ്, കപ്പാസിറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കോസ്റ്റ്ലി വൈസ് ഇത് വളരെ ചീപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ റിഡ്യൂസ്ഡ് ആണ്. ഓക്കെ, ടെൻഡൻസി ടു നോയ്സ്, അതായത് നോയ്സിന് നമുക്ക് ചാൻസസ് ഉണ്ട്. ദെൻ ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, കാരണം നമുക്ക് ഓരോ സ്റ്റേജിലും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഇംപിഡൻസ് മാച്ച് നമുക്ക് വളരെ നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് വളരെ പുവർ ഇംപിഡൻസ് മാച്ചിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ഇൻ ദ മ്യൂസിക് സിസ്റ്റം, ഓഡിയോ ഫ്രീക്വൻസി നമ്മളത് ആദ്യം പറഞ്ഞിരുന്നു, ഓഡിയോ ഫ്രീക്വൻസിയിലും അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. ഓക്കെ, ദെൻ എമിറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കൊരു RC കപ്പിളിന്റെ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് RC കപ്പിളിന്റെ എന്തെങ്കിലും ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് വരച്ചു വെക്കണം. അതിനുശേഷം കാരണം അവിടെ എവിടെയാണ് നമുക്ക് ഈ റെസിസ്റ്റർ എമിറ്റർ റെസിസ്റ്റൻസ് വരുന്നത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വരച്ചതിന് ശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, so the aim of an AC signal amplifier circuit to stabilize the DC biased voltage to the amplifier and thus only amplify the required AC signal അല്ലേ. അപ്പോൾ ഒരു AC സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റെബിലൈസ് ചെയ്യാനാണ്, അതായത് ടു സ്റ്റെബിലൈസ് ദ DC biased voltage to the amplifier. ആ ഒരു ആംപ്ലിഫയറിനനുസരിച്ചിട്ട് ആ ഒരു DC biased വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ,
സോ ദിസ് സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു എമിറ്റർ റെസിസ്റ്റൻസ് RE എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് RE നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the emitter resistance provide required amount of automatic biasing needed for a common emitter amplifier. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് ആവശ്യമായിട്ടുള്ള ഓട്ടോമാറ്റിക് ബയാസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ റോൾ ഓഫ് ആൻ എമിറ്റർ റെസിസ്റ്റൻസ് ഇൻ RC coupled amplifier. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറും വരച്ച് ഈ ഒരു ഡെഫിനേഷനും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക്, അവർക്ക് മാർക്ക് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഇതും കൂടി പറഞ്ഞുതരാം. If we introduce the resistor in the emitter of a common emitter amplifier, then there will be a drop across the emitter due to the current passing through RE. അപ്പോൾ RE-യിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ കളക്ടർ കറന്റ് ഇൻക്രീസ് ആയിരുന്നെങ്കിൽ IE, അതായത് എമിറ്റർ കറന്റ് നമുക്ക് ഇൻക്രീസ് ആകും. നോക്കൂ, IC കളക്ടർ കറന്റ് ഇൻക്രീസ് ആയി, സോ IE എനിക്ക് ഇൻക്രീസ് ആകും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ എമിറ്റർ ഇൻക്രീസ് ആകും. VBE വോൾട്ടേജ് അക്രോസ് ദി ബേസ് ടു എമിറ്റർ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും അല്ലേ. അപ്പോൾ VBE is equal to എന്താണ്, VB മൈനസ് VE ആണ്. അപ്പോൾ VBE റെഡ്യൂസ് ആകുകയാണെങ്കിൽ IE എനിക്ക് റെഡ്യൂസ് ആകും. ഓക്കെ, IEയുടെ ഇക്വേഷൻ എന്താണ്, I0 e പവർ VBE മൈനസ് VBE ബൈ VT മൈനസ് 1 ആണ്. സോ IE റെഡ്യൂസ് ആകും, IC റെഡ്യൂസ് ആകും അല്ലേ. അപ്പോൾ IE ഡിക്രീസസ്, IC നമുക്ക് റെഡ്യൂസ് ആകും. സോ സ്റ്റെബിലിറ്റി ഇൻ ദ കളക്ടർ എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് മെയിൻ റീസൺ ഓഫ് ദി എമിറ്റർ റെസിസ്റ്റർ ഇൻ ദി RC coupled amplifier. ഓക്കെ, the emitter resistance is not good for AC amplifications. Hence, the bypass capacitor is used parallel to the emitter resistance. അപ്പോൾ ഈ പറയുന്ന ഒരു എമിറ്റർ റെസിസ്റ്റൻസ് RE റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷന് ഗുഡ് ആംപ്ലിഫിക്കേഷന് നല്ലതല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ ഇതിന്റെ പാരലൽ ആയിട്ട് എമിറ്റർ റെസിസ്റ്ററിന്റെ പാരലൽ ആയിട്ട് നമ്മളൊരു ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈപ്പാസ് കപ്പാസിറ്റർ എന്തിനാണ്, ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. AC സിഗ്നൽസിന് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മാർക്കിനനുസരിച്ച് ആൻസർ എഴുതാം. ഓക്കെ, electric circuit convert AC to DC are known as rectifiers. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ റെക്ടിഫയർ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അവിടെ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും എന്താണെന്ന് പറഞ്ഞിരുന്നു, ആ ഒരു DC പവർ സപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഒരു AC സിഗ്നലിനെ നമുക്കൊരു DC സ്റ്റേബിൾ DC ആയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, they are classified into 2 types, half wave rectifier and a full wave rectifier. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും റെക്ടിഫിക്കേഷൻ നടക്കുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതെനിക്ക് 0 ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 2 സൈക്കിളും, ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹാഫ് സൈക്കിൾ, അതായത് ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് പവർ ലോസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്മൂത്തനിങ് പ്രോസസ്സ് ഒന്നും നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിൽ പോസിബിൾ അല്ല. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഒരു പൾസേറ്റിംഗ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട് എന്താണോ അതിനെയാണ് നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സെന്റർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ഡയോഡും കൂടി യൂസ് ചെയ്താൽ നമുക്കൊരു ഫുൾ വേവ് റെക്ടിഫയർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, റെക്ടിഫിക്കേഷൻ. അതിന് നമ്മൾ അറിയപ്പെടുന്ന പേരാണ്, ആ ഒരു മെത്തേഡിൽ അറിയുന്നതാണ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് അതിൽ 4 ഡയോഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും, ഒരു ബ്രിഡ്ജിന്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ there are two types of arrangements in the full wave rectifier. ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെന്റർ ടാപ്ഡ് ആണ്. അപ്പോൾ സെന്റർ ടാപ്ഡ് നമ്മൾ പറഞ്ഞു, ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉണ്ടാകും വിത്ത് 2 ഡയോഡ്സ് D1 and D2. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിന്റെ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം ഔട്ട്പുട്ട് വേവ് ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോം നമുക്കറിയാം എന്താണ്, കംപ്ലീറ്റ്ലി സൈൻ വേവ് ആയിരിക്കും വരുന്നത്. ഔട്ട്പുട്ടിൽ എനിക്ക് എന്തായിരിക്കും, ഓൺലി ഐ ഹാവ് പർട്ടിക്കുലർ പോസിറ്റീവ് ഹാഫ് സൈക്കിളും റിസൾട്ട് വരുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും. നോക്കൂ,
During my positive half cycle input positive half cycle and diode D1 conduct ചെയ്യുകയും അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു rectification ഔട്ട്പുട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആ ഒരു സമയത്ത് എൻ്റെ D2 എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ടേൺ ഓഫ് ആയിരിക്കും. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് D2 ടേൺ ഓൺ ആവുകയും D1 ടേൺ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ D2 ടേൺ ഓൺ ആകുമ്പോൾ എന്താകും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അല്ലേ, ദെൻ അഗെയിൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ, നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ടേൺ ഓൺ ആകും. ദെൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ D2 ടേൺ ഓൺ ആകും. അപ്പോൾ എനിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും റിസൾട്ട് വരും, നെഗറ്റീവിലും വരും. സോ ടോട്ടലി ഞാൻ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ആം ഗെറ്റിംഗ് ഫുൾ completely rectified output, that is both the positive and negative wave. Okay, so this is the circuit diagram and this is the output voltage waveform of a full wave rectifier circuit. Okay, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റർ ടാപ്ഡ് ആണ് കേട്ടോ, മറക്കരുത് സെന്റർ ടാപ്ഡ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇതേപോലെ വർക്കിങ്ങും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ വിത്ത് 2 ഡയോഡ്സ്. ഓക്കെ, ഈ വർക്കിംഗുകൾ നമ്മൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, the input AC supply to the full wave rectifier is very high. The step down transformer in the rectifier circuit convert the high voltage AC into low voltage. നമ്മൾ ഒരു ട്രാൻസ്ഫോമർ, സെന്റർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്ടിഫയറിലേക്ക് വരുന്ന AC സപ്ലൈ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. പക്ഷെ നമുക്ക് ആ അത്രയും ഹൈ വേവ് നമുക്ക് ഡയോഡിലൂടെ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്ത് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ anode of the center tapped diode is connected to the transformer secondary winding and connected to the load resistors. During the positive half cycle of the alternating current, top half of the secondary windings become positive, while the second half of the next secondary becomes negative. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ സെന്റർ ടാപ്പിന്റെ പോസിറ്റീവ് മുകളിലുള്ള പോർഷനിലായിരിക്കും. ഓക്കെ, D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബോട്ടം ഓഫ് ദ സെക്കൻഡറി വൈൻഡിംഗ്. ഡ്യൂ ടു ദിസ് ഡയോഡ് D1 will conduct acting as short circuit and D2 will not conduct acting as an open circuit. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നുള്ള റിസൾട്ട്. ഓക്കെ, ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും, D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർവേഡ് ബയാസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് D2 ൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒക്കെ ആവുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന കുറച്ച് ടേമുകളാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് ഡയറക്ഷൻ ബിഫോർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ്, ബിഫോർ ബ്രേക്ക് ഡൗണിന് മുമ്പായിട്ട് എനിക്ക് ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് ബയാസ്ഡ് വരുന്ന വോൾട്ടേജ് എന്താണോ അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ PIV എന്ന് പറയുന്നത് Vmax, 2 Vmax ആണ് വരുന്നത്. കാരണം രണ്ട് ഡയോഡുകൾ D1 D2 ഉണ്ട്. സോ 2 Vmax ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡബിൾ ആയിരിക്കും. ഹാഫ് വേവിന്റെ എന്തായിരിക്കും, Vmax ആണ്. ഫുൾ വേവിന്റെ എനിക്ക് 2 Vmax, അതായത് ഡയോഡ് D1 നും 2 Vmax ആണ്, ഡയോഡ് D2 നും 2 Vmax ആണ്. ഇതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്തത് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, VDC is equal to I average into RL ആണ്. That is equal to 2/pi I max into RL ആണ്. ഓക്കെ, അടുത്തത് RMS value of the current, that is equal to IRMS is equal to I max by √2 ആണ്. Then next one is the form factor. So ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിച്ചാൽ ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫോം ഫാക്ടർ KF is equal to എന്താണ്, RMS value of the current by average value of the current. So IRMS by IDC ആണ്. IRMS എന്ന് പറഞ്ഞാൽ എന്താണ്, I max by √2 ആണ്. IDC എന്ന് പറഞ്ഞാൽ 2 I max by pi ആണ്. That is equal to pi by 2 √2, that is equal to 1.11 ആണ് വരുന്നത് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. സോ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താണ്, eta is equal to DC output power by AC output power, that is approximately equal to 81.2% ആണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 5-ലുള്ള പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ പാർട്ട് 2-ൽ നമ്മൾ റിമൈനിങ് വരുന്ന ഒരു 3-4-5 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതോടെ നമുക്ക് മൊഡ്യൂൾ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ അഗെയിൻ 2 more videos are for the module 6. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. Okay, first question എന്താണ് നമുക്ക് നോക്കാം. Sketch the frequency response of a transistor amplifier and comment on the shape of the curve. Okay, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക്. അപ്പോൾ നോക്കൂ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ CE ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ആണ് നമ്മളിവിടെ കാണുന്നത്.
അപ്പോൾ നോക്കൂ എന്തൊക്കെ കോമ്പണന്റുകൾ നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ആണ്, നമ്മളിത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഴ്സ് റെസിസ്റ്റൻസ് RS ഉണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് VS ഉണ്ട്, ദെൻ ഒരു ബേസ് കപ്പാസിറ്റൻസ് CB, ദെൻ R1 R2 രണ്ട് റെസിസ്റ്റേഴ്സ്, ദീസ് ആർ ദി വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ് R1 R2 എന്ന് പറയുന്നത്. Then RC CC coupling capacitors ആണ് അല്ലെ, coupling components ആണ് RC CC. Okay, then emitter resistance RE, CE is the emitter capacitance ആണ്, RL എന്ന് പറയുന്നത് നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ CE ആംപ്ലിഫയറിൽ വരുന്ന സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ടിലുള്ള R1 R2 എന്ന് പറയുന്നത് എന്താണ്, ബയാസിംഗ് റെസിസ്റ്റേഴ്സ് ആണ്. RE is the emitter resistance, that is for temperature stabilityക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. RE RL എന്ന് പറയുന്നത് ആക്ട് ആസ് എ ലോഡ് ആയിട്ട്, RL എന്ന് പറയുന്നത് ലോഡ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. CB CC are the coupling capacitors, അതായത് ബേസ് കപ്പാസിറ്റൻസും CC കളക്ടർ കപ്പാസിറ്റൻസും കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. CE എന്ന് പറയുന്നത് ബൈപാസ് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് എമിറ്റർ കപ്പാസിറ്റർ നമ്മൾ പറയുന്നതാണ് ബൈപാസ് കപ്പാസിറ്റർ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു EC ബൈപാസ് ഫോർ AC സിഗ്നൽ, AC സിഗ്നലിന്റെ EC ബൈപാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ CE എന്നുള്ള ബൈപാസ് കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് നമ്മൾ അറിയപ്പെടുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടി സ്റ്റേജസ് കണക്ട് ചെയ്യാം. ഈ ഒരു CC അല്ലെങ്കിൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, റെസിസ്റ്ററും കപ്പാസിറ്ററും കപ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ അങ്ങനെ കപ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നത്, RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ് നമ്മൾ കപ്ലിംഗ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ നമ്മൾ പറയുന്ന പേരെന്താണ്, കപ്ലിംഗ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, റെസ്പോൺസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നോക്കൂ, എനിക്ക് ഈ ഒരു ലോ ഫ്രീക്വൻസി FL എന്ന് പറയുന്നത് ഫ്രീക്വൻസി അറ്റ് ലോ, അതായത് FH എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഹൈ ഫ്രീക്വൻസി ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് നമുക്ക് വരുന്ന ആ ഒരു ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് 0.70 AM ഉണ്ട്, അതുപോലെ തന്നെ AM എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് നമുക്ക് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ആ ഒരു ഫ്രീക്വൻസിയിലാണ് നമുക്ക് വരുന്നത് അല്ലേ. ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഗെയിനിനും ഫ്രീക്വൻസി മെക്രോസ് ആണ്. V0/Vi എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണ്, ഗെയിനിനും ഫ്രീക്വൻസി മെക്രോസ് ആയിട്ടാണ് നമ്മൾ ഈ റെസ്പോൺസ് വരച്ചിരിക്കുന്നത്. Give the variation of the gain of the amplifier for different signal frequencies അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ വരച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഓരോ ഫ്രീക്വൻസിക്കും ഉണ്ടാകുന്ന ഗെയിൻ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നമ്മൾ ആ റെസ്പോൺസ് വരച്ചിരിക്കുന്നത്. ദ റെസ്പോൺസ് ഈസ് യൂണിഫോം ഇൻ ദ മിഡിൽ ഫ്രീക്വൻസി റേഞ്ച്. ആ ഒരു മിഡിൽ ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് വരുന്നത് അല്ലേ. ദ ഗെയിൻ അറ്റ് ദിസ് ഫ്രീക്വൻസി റേഞ്ച് ഈസ് നോൺ ആസ് മിഡ് ബാൻഡ് ഗെയിൻ. ആ ഒരു ഗെയിൻ എടുത്ത ആ ഒരു മിഡിലിൽ വരുന്ന ആ ഒരു ഗെയിനിനെയാണ് നമ്മൾ മിഡ് ബാൻഡ് ഗെയിൻ അല്ലെങ്കിൽ AM എന്ന് പറയുന്നത്. ഓക്കെ, റിഡക്ഷൻ ഇൻ ദ ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും അതിൻ്റെ ഗെയിൻ എന്താണ്, റെഡ്യൂസ് ആയി താഴത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലെ. നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിട്ട് ഫ്രീക്വൻസി ഉള്ളത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറ്റ് ലോ ഫ്രീക്വൻസീസിൽ X ഈസ് ഈക്വൽ ടു 1/2FC, അതായത് റിയാക്റ്റൻസ് ആണ് അല്ലെ, കപ്പാസിറ്റി റിയാക്റ്റൻസ് ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് ഓഫ് ദ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്, അതായത് CB CC എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കപ്ലിംഗ് കപ്പാസിറ്റൻസിന് ലോ ഫ്രീക്വൻസിയിൽ നമ്മുടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ്, ആ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ആകുകയും അതിൻ്റെ അനുസരിച്ച് ഗെയിൻ നമുക്ക് റെഡ്യൂസ് ആകും, അതായത് വേരി ആയിക്കൊണ്ടിരിക്കും അവിടെ. ഓക്കെ, അതേപോലെ അറ്റ് ലോ ഫ്രീക്വൻസിയിൽ ബൈപ്പാസ് കപ്പാസിറ്റേഴ്സിന് ഒരു പെർഫെക്റ്റ് ബൈപ്പാസ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ആകും. അതെന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗെയിനിനെ റിഡ്യൂസ് ആക്കുകയാണ്. അങ്ങനെയാണ് ലോ ഫ്രീക്വൻസിയിൽ നമുക്ക് ഗെയിൻ റിഡ്യൂസ് ആവുന്നത്. ഓക്കെ, അതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഗെയിൻ ആ ഭാഗത്ത് റിഡ്യൂസ് ആയി എന്നുള്ളത് നോക്കുന്നത്. വരും ഹൈ ഫ്രീക്വൻസിയിൽ ദ കപ്പാസിറ്റൻസ് ആർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ അറ്റ് ദ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ ലെയറിൻ്റെ ഫോർമേഷൻ കൊണ്ടാണ് നമുക്ക് അവിടെ ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് ഉണ്ടാകുന്നത് അല്ലെ. ആ ഹൈ ഫ്രീക്വൻസിയിൽ ആ ഒരു ഡിപ്ലീഷൻ ലെയർ കാരണമാണ്, ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ ലെയർ വഴിയാണ് നമുക്ക് കപ്പാസിറ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെ കപ്പാസിറ്റൻസ് ആണ്, CBC ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് വരും അല്ലെ. ഔട്ട്പുട്ടിൽ നിന്നാണ് നമുക്ക് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നു, അവിടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട്, അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് കൊടുത്താൽ അത് ഫീഡ്ബാക്ക് ആയി അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകും. അപ്പോൾ നമ്മുടെ ഗെയിൻ എന്താകുന്നു, റെഡ്യൂസ് ആകുന്നുണ്ട്. അതേപോലെയാണ് CBE എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഡിക്രീസ് ദ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഡിവൈസ് വിൽ റെഡ്യൂസ് ദ ഗെയിൻ. ആ CBE എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ഇംപിഡൻസ് റെഡ്യൂസ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിൻ റെഡ്യൂസ് ആവുകയും ചെയ്യുകയാണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് ദ CCE. ഈ CCE എന്ന് പറയുന്നത് ഒരു ഷണ്ടിങ് എഫക്റ്റ്, ആ ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഒരു ഷണ്ടിങ് എഫക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയിൽ, അതായത് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ആവുന്നതിനുള്ള കാരണം. ഓക്കെ, അതേപോലെ തന്നെ CBE എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കപ്പാസിറ്റൻസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലേ, അതായത് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണ് CBC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ CBC എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റൻസ് ആണ്. ബിക്കോസ് നമുക്ക് അവിടെ ഗെയിൻ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മില്ലർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു എഫക്റ്റിനെ, കപ്പാസിറ്റൻസ് ഫോം ആകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാനുള്ളത് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് BJT ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, RS ഇൻപുട്ട് റെസിസ്റ്റർ ഉണ്ട്, CI VI, അതായത് CI എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്റർ ആണ്, VI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ R1 R2 പാരലൽ ആണ്, ദെൻ HI. അപ്പോൾ നമുക്ക് വരുന്ന RI ഈസ് ഈക്വൽ ടു എന്താണെന്ന് വരുന്നത് R1 വിച്ച് ഈസ് പാരലൽ ടു R2 വിച്ച് ഈസ് ഓൾസോ പാരലൽ ടു HIE അല്ലേ. ഇതാണ് നമുക്ക് വരുന്ന RI. സോ VI ഈസ് ഈക്വൽ ടു VS ഇൻറ്റു RI ബൈ RS പ്ലസ് RI മൈനസ് JXC. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് VI ആണ് നമുക്ക് VS ഇൻറ്റു RI ബൈ RS പ്ലസ് RI മൈനസ് JXC എന്ന് പറയുന്നത്. ഓക്കെ, high frequencies, the reactance of the capacitor C1 and C0 will be sufficiently small ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അറ്റ് മിഡിലും അതുപോലെ തന്നെ മിഡിൽ റേഞ്ചിലും ഹൈ ഫ്രീക്വൻസിയിലും ഈ C1ൻ്റെയും C0ൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യും. സോ നമുക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ത് വരും, VI ഈസ് ഈക്വൽ ടു VS ഇൻറ്റു RI ബൈ RS പ്ലസ് RI എന്ന് വരും അല്ലേ. സോ അറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി FL ദ വോൾട്ടേജ് വിൽ ബി 0.707 ടൈം ദ ഒറിജിനൽ ഗെയിൻ. ഒറിജിനൽ ഗെയിൻ്റെ 0.707 മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അറ്റ് ലോ ഫ്രീക്വൻസിയിൽ വരുന്നത്. ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, അപ്പോൾ നമ്മൾ നോക്കിയത് എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഇനി ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിന് എന്താണ് വരുന്നത് നോക്കൂ. അപ്പോൾ നമുക്കിവിടെ C0 വരുന്നുണ്ട്, RL. അപ്പോൾ ഇവിടെയാണ് ഞാൻ V0 എടുക്കുന്നത് അല്ലേ. R0 ഉണ്ട്, RC ഉണ്ട്. അപ്പോൾ R0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, RCയും R0ഉം പാരലലാണ്. അപ്പോൾ FC2 ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്നത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു R0 പ്ലസ് RL ഇൻറ്റു C0. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന ഫ്രീക്വൻസിയുടെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. So the output voltage V0 will be 0.707 of its mid-band value. Mid-band value അല്ലെങ്കിൽ maximum gain 0.707 ആണ് നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ. ഓക്കെ, C0 is the only capacitive element controlling the low frequency response. Low frequency response-നെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ C0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു BJT ആംപ്ലിഫയറിൻ്റെ ലോ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ, അതായത് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു റെക്ടിഫയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC പവർ ടു എ DC പവർ. ഒരു AC-നെ DC ആക്കുന്നതിനാണ് നമ്മൾ ഒരു റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. Among the rectifiers, bridge rectifier is the most efficient rectifier circuit. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള റെക്ടിഫയർ സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറ്റ് ഈസ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഓക്കെ, we can define the bridge rectifier as a full wave rectifier that uses 4 or more diodes in a bridge circuit configuration to efficiently convert alternating current into direct current. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, 4 അല്ലെങ്കിൽ അതിലധികം ഡയോഡുകൾ യൂസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജിന്റെ കോൺഫിഗറേഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് AC-നെ DC ആക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇവിടെ നോക്കും, നമ്മൾ 4 ഡയോഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. D1, D2, D3 ആൻഡ് D4. RL എന്ന് പറയുന്നത് ലോഡാണ്, ഔട്ട്പുട്ട് ലോഡ്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട് AC. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്, ഇറ്റ് ഈസ് എ DC ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന സർക്യൂട്ട് വരുന്നത്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് വരുന്നത്. നമുക്ക് ഇനി വർക്കിംഗ് ഒക്കെ നോക്കാം.
When an AC supply is switched on, the alternating voltage Vin appears across the terminal AB of the secondary winding of the transformer, which needs a rectification. അപ്പോൾ നമ്മൾ ആദ്യം ഒരു AC supply അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു AB എന്ന് പറഞ്ഞ പോർട്ടിന് അതായത് സെക്കൻഡറിയിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്ന Vin വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന AC വോൾട്ടേജിനെയാണ് എനിക്ക് DC ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. So during the positive half cycle of the secondary voltage, end A becomes positive and B become negative. അപ്പോൾ എനിക്ക് ഇതാണ് എ എന്ന് പറയുന്നത് അല്ലെ, ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം എടുത്ത് നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ബി പോയിന്റ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എ എന്ന് പറയുന്നത് പോസിറ്റീവും ബി എന്ന് പറയുന്നത് നെഗറ്റീവും ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ആൻഡ് D3 ആർ ഫോർവേഡ് ബയാസ് ആൻഡ് D2 ആൻഡ് D4 ആർ റിവേഴ്സ്ഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഉം D3 ഫോർവേഡും D2 D4 റിവേഴ്സ് ബയാസ്ഡ് ആണ്. Therefore, D1 and D3 conduct and D2 D4 do not conduct. Forward bias ഉള്ള D1 ഉം D3 conduct ചെയ്യുകയുണ്ട്. So the current I flows through the diode D1, load resistor and diode D3 and the transformer secondary. അപ്പോൾ നമുക്ക് കറന്റ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നത്? ആദ്യം ഡയോഡ് D1 ലേക്ക്, then load resistor, then D3, then finally it moves to the transformer secondary windings. Okay. ഇതാണ് during the positive half cycle. അടുത്തത് ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് സൈക്കിൾ നമുക്ക് ഏതൊക്കെയാണ് കിട്ടുന്നത്? D2 D4 ഫോർവേഡ് ബയാസ്ഡ് ആവുകയും D1 D3 റിവേഴ്സ് ബയാസ്ഡ് ആകും. അപ്പോൾ D2 D4 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറന്റ് ഫ്ലോ എങ്ങനെ ഉണ്ടാകുന്നത്? ഡയോഡ് D2, ലോഡ് റെസിസ്റ്റർ RL ആൻഡ് ദ ഡയോഡ് D4 ഫൈനലി ഇറ്റ് റീച്ചസ് ടു ദി സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2, load resistor, diode D4 and finally it reaches to the transformer secondary. Okay. So the current flows through the load resistor RL in the same direction. So same direction ലാണ് നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത് അല്ലേ? രണ്ട് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്ററിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്. So a DC output voltage Vout is obtained across the load resistor. അപ്പോൾ നമുക്ക് സെയിം ഡയറക്ഷനിൽ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് RL അക്രോസ് ആയിട്ട് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഒരു ഫിഗറിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം എനിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ എ എന്ന് പറയുന്നത് പോസിറ്റീവും ബി എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എൻ്റെ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും, D1, then load resistor D3 and finally to the secondary of the transformer. ഇതാണ് എൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എൻ്റെ എ പോർഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും, ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. അപ്പോൾ എനിക്ക് ഏതൊക്കെ ഡയോഡുകൾ കണ്ടക്ട് ചെയ്യും? D2, RL and finally D4 and finally reaches to the secondary of the transformer. Okay. അപ്പോൾ ഇതെൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന ഡയോഡുകളുടെ കണ്ടക്ഷനാണ്. ഇതെനിക്ക് വരുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന ഡയോഡുകളുടെ കണ്ടക്ഷനാണ്. ഓക്കെ. ഇതാണ് രണ്ട് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഇൻപുട്ട്, അതായത് ഒരു സൈൻ വേവ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഉം D3 ഉം കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D2 ആൻഡ് D4 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് കറസ്പോൺസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് പറ്റും RLന് അക്രോസ് ആയിട്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഇത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ, ദ സെന്റർ ട്രാൻസ്ഫോമർ ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് സെന്റർ ട്രാൻസ്ഫോമർ വരുന്നില്ല, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബിൾ ആണ്. സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബിൾഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് എന്ന് പറയുന്നത് 1/2 ഓഫ് ദ സെന്റർ ടാപ്പ് ഡയോഡ് ആയിരിക്കും. പീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ഓഫ് ദ സെന്റർ ടാപ്പ് ഡയോഡിന്റെ 1/2 ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജുകൾ എന്നൊക്കെ എന്താണ്? നമുക്ക് നമ്പർ ഓഫ് ഡയോഡ്സ് കൂടുതലാണ് ഇവിടെ അല്ലെ. അവിടെ നമ്മൾ 2 ഡയോഡുകളാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ഡയോഡുകളാണ് ആവശ്യം വരുന്നത്. It is not suitable when a small voltage is required to be rectified. അപ്പോൾ നമുക്കൊരു വലിയ നമ്പർ ഓഫ് അല്ലെങ്കിൽ വലിയൊരു വോൾട്ടേജ് മാത്രം റെക്ടിഫിക്കേഷൻ ആവശ്യമുള്ളപ്പോഴാണ് നമുക്ക് ഈ സർക്യൂട്ട് ആവശ്യം വരുന്നത്. കാരണം if 2 diodes are connected in series and one often double voltage drop due to the internal resistance. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡയോഡ്സ് കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ഇന്റേണൽ ഡ്രോപ്പും കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറിയ വോൾട്ടേജുകൾക്കൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമുക്ക് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. Next we are going to discuss about the next question.
question. What is that? Describe the working of a Zener diode voltage regulator. അടുത്ത question എന്താണ്? ഒരു Zener diode voltage regulator ന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത question. ഇതും 5 മാർക്കിനുള്ള ഒരു question ആണ്. ഓക്കെ, അപ്പോൾ question അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, so a Zener diode, also known as breakdown diode, is a heavily doped semiconductor device that is designed to act in opposite direction. അപ്പോൾ ഒരു Zener diode ന്റെ വേറൊരു പേരാണ് എന്താണ്? ബ്രേക്ക് ഡൗൺ ഡയോഡ് എന്ന് പറയുന്നുണ്ട്. അതൊരു സെമി കണ്ടക്ടർ, ഹെവിലി ഡോപ്ഡ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഈ Zener ഡയോഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് ആണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ Zener ഡയോഡിനെ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഇസ് എ പാർട്ട് ഓഫ് പവർ സോഴ്സ് ദാറ്റ് മെയിൻറ്റെയിൻസ് എ കൺസിസ്റ്റന്റ് വോൾട്ടേജ് അണ്ടർ ഓൾ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. എല്ലാ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണോ അതിനെയാണ് ഒരു വോൾട്ടേജ് സർക്യൂട്ട് എന്ന് പറയുന്നത്. It maintains voltage throughout the power fluctuations and load changes. പവറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാലോ അല്ലെങ്കിൽ ലോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും ആ ഒരു വോൾട്ടേജ് അത് അതിന്റെ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ കൺട്രോൾ ബോത്ത് AC ആൻഡ് DC വോൾട്ടേജസ്. അപ്പോൾ നമുക്ക് AC വോൾട്ടേജും അതുപോലെ തന്നെ DC വോൾട്ടേജിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു വോൾട്ടേജ് റെഗുലേറ്ററിന് പറ്റും. ഓക്കെ, their secondary function is to shield the electric circuit from voltage spikes that could damage or fry it. ഓക്കെ, അതായത് ഇതിന്റെ ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ. സെക്കൻഡറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സ്പൈക്കിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ Zener ഡയോഡിനെ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഒരു Zener ഡയോഡിന്റെ സിമ്പിൾ ആണ് നമ്മൾ ഈ ഫസ്റ്റ് സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് Zener ഡയോഡിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് ആനോഡ്, ദിസ് ഈസ് കാഥോഡ് ആണ്. ഹെവിലി ഡോപ്ഡ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഒരു Zener ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, when provided reverse bias feedback, ഒരു റിവേഴ്സ് ബയാസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ the Zener diode operate as a voltage regulator. ഒരു റിവേഴ്സ് ബയാസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ Zener diode ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. Generating a leakage current till a constant voltage is achieved. അപ്പോൾ ഒരു ചെറിയൊരു ലീക്കേജ് കറന്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്നത് വരെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ലീക്കേജ് കറന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, a Zener diode has a typical current flow from anode to cathode. ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഒരു ടിപ്പിക്കൽ കറന്റ് ഫ്ലോ ആണ് Zener diode. It behaves like a general purpose diode with a silicon PN junction whenever loaded in a forward direction. ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മൾ അതിനെ ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ Zener diode എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ഡയോഡ് ആയിട്ട് വർക്ക് ചെയ്യും. When it is connected to the reverse bias feedback, it can operate as a voltage regulator. Okay, ആ ഒരു പോയിന്റ് മറക്കരുത്. ഫോർവേഡ് ബയാസിലാണെങ്കിൽ, ഫോർവേഡ് ഡയറക്ഷനിലാണെങ്കിൽ ഒരു നോർമൽ ജനറൽ പർപ്പസ് ഡയോഡ് ആയിരിക്കും. റിവേഴ്സ് ബയാസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബയാസ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, this forward flow can be reversed if the voltage suppresses a particular limit. ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് ശേഷം വോൾട്ടേജ് സപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. So the constant voltage aids the Zener diode's voltage regulation. അപ്പോൾ Zener ഡയോഡിന്റെ വോൾട്ടേജ് റെഗുലേഷനോട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ Zener ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കൂ. അപ്പോൾ ഇത് ഫോർവേഡ് കറന്റ് ആണ്, ഇത് റിവേഴ്സ് കറന്റ് ആണ്. ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസിൽ എനിക്ക് നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണെങ്കിൽ ജനറൽ പർപ്പസ് ഡയോഡിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. റിവേഴ്സ് ബയാസിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമുക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലീക്കേജ് കറന്റ് വരുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് അച്ചീവ് ആകുന്നത് വരെ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്മോൾ ലീക്കേജ് കറന്റ് നമുക്ക് ഇവിടെ ഒക്യൂർ ആവുന്നുണ്ട്. ഓക്കെ, ഇത് Zener ബ്രേക്ക് ഡൗണും ദിസ് ഈസ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിലും ആണ് വരുന്നത്. Okay, so this is the VI characteristics of a Zener diode. The Zener diode's capacity to manage itself can be used to moderate or maintain a voltage source in the face of supply or load changes. അപ്പോൾ നമുക്ക് Zenerനെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? It can utilize in the simplest form of voltage regulator applications. That fact, now the voltage across the diode inside the breakdown zone seems to almost constant turns out to be significant feature of the Zener diode. Zener diode significant feature ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ,
A voltage regulator's job is to deliver a constant voltage to a load parallel connection with it regardless of the supply voltage, waves or load current fluctuations. അപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ജോബ് നമുക്കൊരു സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ പവറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസോ കറന്റ് പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ കൂടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിന് അക്രോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സെനർ ഡയോഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട്. The capacity of a Zener diode to keep a constant voltage regardless of the changes in the source or current is critical in this application. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. A voltage regulation device general role is to give a constant output voltage to a load connected to the അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. If the current remains within the limit of the minimum or maximum reverse current, the Zener diode will be produced a constant voltage. അപ്പോൾ എപ്പോഴാണ് Zener diode പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറന്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്? Current remains with the limit of the minimum to maximum reverse current. കറന്റിന് ഒരു മിനിമം വാല്യൂ മാക്സിമം റിവേഴ്സ് കറന്റ് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂവിൽ തന്നെയാണ് കറന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു വാല്യൂവിൽ തന്നെയാണ് കറന്റ് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു സെനർ ഡയോഡ്. ഇങ്ങനെയാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. The unregulated DC voltage is connected to the Zener diode through a series resistance RS such that the Zener diode is reversed biased. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു അൺറെഗുലേറ്റഡ് വോൾട്ടേജ് DC വോൾട്ടേജ് ഞാൻ എൻ്റെ സെനർ ഡയോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സീരീസ് RS റെസിസ്റ്റർ വഴിയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുമ്പോൾ if the input voltage is increases എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ the current through RS and the Zener diode also increases. കാരണം ഞാൻ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ RS-ലൂടെയും സെനർ ഡയോഡിലൂടെയും ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. This increase the voltage drop across RS without any change in the voltage across the Zener diode. അപ്പോൾ സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് വോൾട്ടേജിൽ ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ RS-ലൂടെ ഉണ്ടാകുന്ന ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ this is because the Zener voltage remains constant in the breakdown region even though the current through it changes. അതെന്തുകൊണ്ടാണ് നമുക്ക് വോൾട്ടേജ് സെനർ ഡയോഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ചേഞ്ച് ആകാതെ RS-ൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ആകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബ്രേക്ക് ഡൗൺ റീജിയനിൽ കറന്റ് അതിലൂടെ പോകുന്നത് ചേഞ്ച് ആയാൽ കൂടെ ആ സെനർ ഡയോഡിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഉണ്ടാകുന്ന ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ലോഡിന് അക്രോസ് ആയിട്ട് ഒരു റെഗുലേറ്റഡ് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്കൊരു സെനർ ഡയോഡിന്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, similarly, if the input voltage decreases, the current through RS and the Zener diode also decreases. The voltage drop across RS decreases without any change in the voltage Zener diode. Thus, an increase in the decrease the input voltage results in an increase in decrease of the voltage drop across the RS without any change in the voltage across the Zener diode. Hence, Zener diode acts as a voltage regulator. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൽ ഡിക്രീസ് ആണെങ്കിൽ കറന്റ് RS-ലൂടെയും അതുപോലെ തന്നെ സെനർ ഡയോഡിലൂടെയും ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും, അല്ലെ, ഡിക്രീസ് ആകും. പക്ഷേ RS-ലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡിക്രീസ് ആകും. പക്ഷേ സെനർ ഡയോഡിൽ ഉണ്ടാകുന്ന ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ എന്ത് തന്നെ ഉണ്ടായാലും സെനറിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, എന്നാൽ RS-ൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു RS-ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, Vin minus Vz by Iz. That is, V എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്, Vz എന്ന് പറയുന്നത് സെനർ വോൾട്ടേജ് ആൻഡ് സെനർ കറന്റ് ആണ് Iz എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് RS-ന്റെ വാല്യൂ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സെനറിന്റെ വാല്യൂസ് നമുക്ക് അല്ലെങ്കിൽ സെനറിലൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രോപ്പർ ഫ്ലോ നമുക്ക് കറക്റ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ സർക്യൂട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഓക്കെ.